കണ്ടിട്ടുള്ള ഇറ്റ്ഫോക്കുകളും കണ്ടിട്ടുള്ള ഭാരതരംഗമഹോത്സവം വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഇറ്റ്ഫോക്കിനാണ് ആ ഏത് ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊണ്ടുവരാനും ആ ഒരു ക്യൂറേഷനെ പറ്റിയിട്ട് ആലോചിച്ച് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാടകത്തിൽ നിന്ന് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് എനിക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ വെച്ച് ഓക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുറച്ചും കൂടി പൈസ കിട്ടുന്നു, അതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് തുടങ്ങിയത്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയം ക്ലിയർ ആയിട്ട് നമുക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കാഴ്ചപ്പാട് ഓരോ കാര്യത്തിനെ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് വരുന്ന പല സിനിമയിലും അവർ ആ കഥാപാത്രത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും അതിനെ കാണുന്ന രീതിയും അതിനെ കാണിക്കുന്ന രീതിയും ഒന്നും നമുക്കും വ്യക്തിപരമായിട്ടൊന്നും ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ള ആൾക്കാർ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കാൻ പറ്റും, ഓപ്ഷൻ ഇല്ലാത്തവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യും. എനിക്കൊന്ന് മൈത്രേനും ചേച്ചിയും ആ ഒരു നമുക്കെല്ലാം ചിന്തിക്കാൻ കഴിവുണ്ടല്ലോ, അതിനെയാണ് ഏറ്റവും ചെറുതിലെ എനേബിൾ ചെയ്യാൻ സഹായിക്കാനാണ് അവരൊരു പാരന്റിങ്ങിൽ നോക്കിയിട്ടുള്ളത് പരമാവധി. എനിക്ക് എത്ര പ്രേമമുള്ളപ്പോഴും അതിന്റെ തുടക്കം കണ്ടാൽ ഞാൻ അവിടെ നിന്ന് അപ്പം ഓടും. അവിടെ ഇനി എന്തും നിൽക്കില്ല. ഇനി അതേ പറഞ്ഞ അത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഇത് പ്രേമത്തിൽ മാത്രമുള്ള കാര്യമില്ല. ഈ പറഞ്ഞ അടി വന്ന പ്രധാന നടിയോ നടനോ വന്നിട്ടൊരു സംശയം ചോദിച്ചാൽ ഡയറക്ടർ അതിനിങ്ങനെ പറഞ്ഞുതരാം അങ്ങനെ പറഞ്ഞുതരാം. അതേസമയം ഒരു AD വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ ഒരു അത്തരം തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പൊതുവെ പെൺകുട്ടികളോട് ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് വേറെ ബാത്റൂം പ്രൊഡക്ഷൻ തന്നിട്ടുണ്ടോ, അതോ ഇനി നിങ്ങൾ ചിലപ്പോൾ ആണുങ്ങളുടെ ബാത്റൂമിൽ പോയി നമുക്ക് ഇരിക്കാൻ തോന്നുന്നില്ല, അതിന്റെ വൃത്തിയും അല്ലേ നമുക്ക് കംഫർട്ട് ആവണമല്ല. അപ്പൊ ചിലർക്ക് ചിലപ്പോൾ ബാത്റൂമേ കാണുമോ, ചിലടത്ത് പറയുമ്പോൾ അവരും ആണുങ്ങൾ. അപ്പൊ ഞാൻ പറയും നിങ്ങളല്ല എന്റെ ബാത്റൂം ഉപയോഗിച്ചു, എനിക്കൊരു ബാത്റൂം തൽക്കാലം ഉണ്ട്. പക്ഷെ ക്യാരവാൻ പോലും ഇല്ലാത്ത സെറ്റുകളിലും ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ. ആർക്കൊന്നുമില്ല, ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ പബ്ലിക്കായിട്ട് സ്ഥലത്ത് ഏതെങ്കിലും മരത്തിന്റെ കീഴിൽ നിന്ന് മൂത്രമൊക്കേണ്ടി വന്നിട്ടുണ്ട്, എല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ കൂടെയോ ഒക്കെ കാണുന്നത് മാത്രമൊന്നുമല്ലോ ഞാൻ എന്ന് പറയുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമാണ് എനിക്കെപ്പോഴും തോന്നും ആ ഒരു നല്ല ഒപ്പോസിഷൻ ഉണ്ടാവാതിരിക്കുന്നതും അതിനുള്ള സാഹചര്യം നമ്മൾ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവർ ഒപ്പോസിഷനെയും അതുപോലെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം, അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം, ആ ഒരു ഇതുണ്ടാവണം. അതില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും തകർന്നു പോകും. ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു രാജ്യം അവരുണ്ടായിരിക്കും, ആ ഒരു ഡൈവേഴ്സിറ്റി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി ആണല്ലോ. പക്ഷെ നമ്മൾ ഒരു ശാന്തമായ അന്തരീക്ഷം അല്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയി ഭൂമിയെ നോക്കുന്ന സമയത്തൊന്നും പറഞ്ഞ പോലെ ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ പല രാജ്യങ്ങളിലും പലയിടത്തും അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്ന പോലെ ഈ ലോകത്തുള്ള പല രാജ്യങ്ങളിലും എന്താ അങ്ങനെ ഒരേപോലത്തെ ഒരു കൾമിനേഷൻ വരുന്നു. പക്ഷെ അതിന് പിന്നെയും പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആണോ? നാടകത്തിലൂടെയാണ് തുടക്കം അല്ലെ അഭിനയ രംഗത്തേക്ക്. ഈ പറഞ്ഞ പോലെ ഭാരത് രംഗ് മഹോത്സവ്, പിന്നെ കേരള ഇന്റർനാഷണൽ എന്താ പറയാ ഫെസ്റ്റിവൽ, ഡ്രാമ ഫെസ്റ്റിവൽ, അങ്ങനെ അതിലൊക്കെ സജീവമായിരുന്നു. അത്തരം ഒരു നാടക യാത്ര എങ്ങനെയായിരുന്നു? തിരുവനന്തപുരത്ത് അഭിനയ എന്ന് പറഞ്ഞിട്ട് D രഘുത്തമൻ ആള് പിന്നെ അജയൻ എന്ന് പറയുന്നത് ഇവരൊക്കെ തുടങ്ങി വെച്ചൊരു നാടക സംഘത്തിൽ കൂടിയാണ് ഞാൻ നാടകം അങ്ങനെ കളിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ CS ചന്ദ്രിക അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് കുറെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞു കുറെ നാടക സംഘങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെയും കുട്ടിക്കാലത്തൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ വലുതായതിനു ശേഷം നിരീക്ഷ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ത്രീ നാടകവേദി ഉണ്ട് തിരുവനന്തപുരത്ത്, അവരുടെ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൊരു നാടക സംഘം ഈ അഭിനയ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള അവരുടെ കൂടെയാണ്. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ അന്ന് എനിക്ക് 15 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം അവിടെ അഭിനയിക്കുന്ന ബാക്കി ചേട്ടന്മാരും ചേച്ചിമാരും, വിധു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, വിധു വിൻസെന്റ്, വിധു ചേച്ചിയൊക്കെ അവരൊക്കെ അതിനേക്കാളും വളരെ മുതിർന്ന ആൾക്കാരും, അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ 28-30 വയസ്സുള്ളവരും 35 വയസ്സും 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാരും. ഞാൻ തീരെ ചെറുതുമായിരുന്നു. അപ്പം എനിക്കതൊരു എക്സ്പോഷർ തന്നെയാണ്. ചില ചേട്ടന്മാർ ദിവസക്കൂലി പണികൾ ചെയ്യുന്ന ആൾക്കാർ തുടങ്ങി, ചിലർ ഇപ്പം IAS ഓഫീസർ, അങ്ങനെ പലതരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ നാടകത്തിനോട് ഇഷ്ടം, അഭിനയിക്കാൻ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് അവിടെ വന്നു ചേർന്ന ആൾക്കാരായിരുന്നു. അപ്പം അവരുടെ കൂടെ അങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും. അവരുടെ കൂടെ നമ്മൾ ട്രെയിനിലാണ് അന്ന് പോകുന്നതൊക്കെ. അപ്പം അന്നല്ല ഇപ്പോഴും ട്രെയിനിലൊക്കെ തന്നെയാണ് ആളുകൾ യാത്രയാണ് നാടകക്കാർ പൊതുവെ. അത് ചില സമയത്ത് ട്രെയിൻ ടിക്കറ്റ് പോലും കിട്ടില്ല, അത് കൺഫേംഡ് ആവില്ല. അപ്പം ഇവിടുന്ന് ഡൽഹി വരെ ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കണം. അതിന് ചില സെറ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും, കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ അത്ര കംഫർട്ട് ആയിരിക്കില്ല. അങ്ങനെ പല ആ യാത്രകളുടെ കുറെ മെമ്മറികളുണ്ട്. നമ്മൾ ഒരു നാടകം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ പല മനുഷ്യരുടെ കൂടെ ചേർന്നിരിക്കുന്നതും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കാര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും, അതിലിപ്പോൾ നമ്മൾ സെറ്റ് ഡിസൈൻ ചെയ്യുന്ന മുതൽ പെയിന്റ് അടിക്കുന്ന മുതൽ കോസ്റ്റ്യൂം ചെയ്യുന്നതിനപ്പം
പലപ്പോഴും അതിനോരോ ഇൻചാർജ് നമുക്ക് ഉണ്ടാവും, സ്റ്റേജ് മാനേജറായിട്ട് ഒരാളുണ്ടാവും, ആളുടെ കീഴിൽ. അപ്പം നമ്മൾ ഈ ഒരു അഭിനയിക്കാൻ പോകുന്നു, ജസ്റ്റ് അഭിനയിച്ചിട്ട് വരുന്നു, അങ്ങനെ ഒരു കാര്യമല്ല നാടകം ചെയ്യൽ എന്ന് പറയുമ്പോൾ. എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ്. അപ്പൊ അതിലും ചിലതിൽ നമ്മൾ കൂടുതൽ പണിയെടുക്കുന്നവരുണ്ടാവും, കുറച്ച് പണിയെടുക്കുന്നവരുണ്ടാവും, മടിയുള്ളവരുണ്ടാവും. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അതെന്താണ് എല്ലാവരും ഒരേപോലെ ചെയ്യാത്തത്, അങ്ങനെയുള്ള നമ്മൾ ബേസിക്കലി ഏതൊരു, പിന്നെ നമ്മൾ പോയി നിൽക്കുന്ന സ്ഥലങ്ങളും പല ഭാഷ, പല തരത്തിലുള്ള മനുഷ്യരുടെ കൂടെ ഇടപെട്ട് ജീവിക്കാൻ പഠിക്കുന്ന പോലത്തെ ഒരു പഠനം നാടകം ചെയ്യാൻ പഠിക്കുമ്പോൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതിൽ അഭിനയം എന്ന് പറയുന്നത് ഒരു ചെറിയ എലമെന്റ് മാത്രമാണ്. അതുപോലെ എനിക്ക് പറഞ്ഞാൽ അങ്ങനെ ഒരു അഭിനയം പാഷൻ അത്ര അല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതലും ആ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പല മനുഷ്യർ ഒരുമിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ കുറെ കാര്യങ്ങൾ. അതായിരുന്നു എനിക്ക് കൂടുതൽ ഫാസിനേഷൻ അന്നെന്ന് എനിക്ക് തോന്നുന്നു. കുറെ അഭിനയം പാഷൻ ആയിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ നാടക ഇതിലേക്കൊക്കെ എത്തുന്നത്? ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് മൈത്രേയൻ, എൻ്റെ അച്ഛൻ, ഒരു ഇതുപോലൊരു സ്ത്രീകളുടെ നാടക അഭിനേത്രി എന്ന് പറഞ്ഞിട്ടൊരു നാടക സംഘം ഉണ്ടാകും പണ്ട്. ശ്രീലത ചേച്ചിയും സുധി ചേച്ചി അവരൊക്കെ കൂടെ തുടങ്ങി. എനിക്ക് ചിലപ്പോൾ കറക്റ്റ് പേരുകളാണോ, എല്ലാവരുടെയും അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തവരുടെ പേര് എനിക്ക് എല്ലാം അറിയുമെന്ന് അറിയില്ല ഇപ്പോൾ. അവരുടെ ഒരു സ്ത്രീ നാടക ശില്പശാല ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്ന ഒരു നാടക സംഘം അന്ന് എല്ലാവരെയും അവരെയൊക്കെ ചേർത്തപ്പം ഇതൊന്നും എന്നോട് പറയാതെ മൈത്രേനെ ഒരു ദിവസം വന്നിട്ട് നീ ആഴ്ചത്തേക്കുള്ള ബാഗ് പാക്ക് ചെയ്ത് വാ. അപ്പം ഞാൻ ചോദിക്കണ്ടേ എവിടെ പോകാൻ? അപ്പം എനിക്ക് 9 വയസ്സോ 10 വയസ്സുള്ളൂ. അപ്പം ഇങ്ങനെ കുറേ സ്ത്രീകളുള്ളൊരു നാടക ശില്പശാലയിൽ ചെല്ലുകയും അവിടെ നമ്മൾ മാസ്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നു, പപ്പറ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്നു, പല കാര്യങ്ങളും നാടക ശില്പശാലകളിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും പഠിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാനാണ് അന്നും അതിൽ ചെറുതായിട്ടുള്ള കുട്ടി. അപ്പം ഈ മൂത്ത ചേച്ചിമാരുടെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനതൊരു രസം, എനിക്കത് എന്തോ ഓപ്പൺ അപ്പ് ചെയ്തു എൻ്റെ മൈൻഡിനെ. ഒബ്വിയസ്ലി ആ ഒരു പ്രായത്തിലായിരുന്നുകൊണ്ട് എൻ്റെ ഒരു നാടകം കണ്ടു, ഒരു ഫ്രഞ്ച് നാടകം അന്ന് അവിടെ ഉണ്ടായിരുന്നു, അവരുടെ ആയിരുന്നു വർക്ക്ഷോപ്പ്. അപ്പോൾ അതൊക്കെ കണ്ടു. അത് ഒഡീസിയസ് എന്ന് പറഞ്ഞ നാടകം, അതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള, ഞാനത് വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, ഞാൻ എൻ്റെ വളരെ നല്ലൊരു ഓർമ്മയാണ് അത് ശരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഇതുപോലെ CS ചന്ദ്രികയൊക്കെ ചെയ്യുന്ന ചില നാടകങ്ങളിൽ ഇങ്ങനെ തമാശയ്ക്ക് കുട്ടികൾ, ഞാൻ ചെറുതാണ്, അപ്പം ചെറിയ കുട്ടികളുടെ ക്യാരക്ടേഴ്സൊക്കെ ചുമ്മാ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ പോയി ചെയ്യുന്നു. അല്ലെങ്കിൽ ചില സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള നാടകമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ സ്ട്രീറ്റ് നാടകങ്ങൾ, ഇവിടെ തിരുവനന്തപുരത്ത് ഇതുപോലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ സ്ട്രീറ്റ് നാടകങ്ങളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ആ കനി ഉണ്ടാവും, എന്നാൽ ഇവള് ഈ കുട്ടി ചെയ്യണം എന്നിട്ട് പെട്ടെന്നൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു 15 വയസ്സിലാണ് ഈ പറഞ്ഞ പോലെ ആദ്യം വിളിക്കുന്നത് ദീപൻ ശിവരാമൻ ഒരു സെറ്റ് ഡിസൈൻ ചെയ്തിട്ട്, ശൈലജ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ശൈലജ ചേച്ചി NST പഠിച്ച അവർ താത്രി നാടകം ഹിന്ദിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ 10ലോ 9ലോ പഠിക്കുമ്പോൾ വിളിക്കുന്നത്. അപ്പം ഞാൻ എനിക്ക് പറഞ്ഞൊക്കെ പോകാൻ ചമ്മലായി, എനിക്കൊന്നും തീരെ ചെറുതായിരിക്കും പോകുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു വളർച്ചയിൽ 8ാം ക്ലാസ്സിൽ 9ലൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് നാടകം കളിക്കാൻ പോയാൽ നമ്മുടെ നാട്ടിൽ ഒക്കെ കളിയാക്കും നാടകത്തിനോ, അപ്പം അവിടെ എന്താ അയ്യേ എന്നുള്ളൊരു ഇതാണ്, അല്ലാണ്ട് നാടകത്തിന് പോകുന്നത് ഒരു വലിയ കാര്യമായിട്ടല്ല. അപ്പം എനിക്ക് എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്നൊക്കെ തോന്നിയുകൊണ്ടോ പലതുകൊണ്ടും പിന്നെ എനിക്ക് പുതിയ ആൾക്കാരുടെ കൂടെ പോകാനൊക്കെ അന്ന് ഭയങ്കര ചമ്മലും ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാൻ അതിൽ പോകാതിരിക്കാൻ എന്താ ഒരു മാർഗം നോക്കിയപ്പോൾ ഹിന്ദി നാടകമാണ്. അപ്പം എനിക്ക് ഹിന്ദി ഒട്ടും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഊരിപ്പോന്നു. അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ വിളിച്ചിരുന്നതാണെന്ന്. പിന്നെ എനിക്ക് ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയില്ല. രണ്ടാമത് ഈ അഭിനയിൽ അന്ന് ഭഗവതജ്ജുകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതൊരു പ്രഹസന സംസ്കൃത നാടകമാണ്. പക്ഷെ അതിനെ കണ്ടംപറൈസ് ചെയ്തിട്ട് ജ്യോതിഷ് MG ഡയറക്റ്റ് ചെയ്ത ഒരു നാടകമാണ്. അതിന് ഒരു ക്യാരക്ടർ വിധിച്ചേച്ചിയാണ് അതിലൊരു മെയിൻ വേഷം ചെയ്തത്. ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വിളിച്ചൂര്. അപ്പം മൈത്രേനെ ചേച്ചിയോടും ചോദിച്ചു, കനിയെ വിടുവോ, കനിക്കാൻ താല്പര്യമുണ്ടോ? എന്നെ എല്ലാത്തിനും ഇങ്ങനെ കൊണ്ടുപോകണോണ്ട് അവരൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് വേണമെങ്കിൽ. പിന്നെ അന്നൊന്നും വേറെ പെൺകുട്ടികൾ അങ്ങനെ നാടകത്തിനൊന്നും വിടില്ല പല വിട്ടത്. അപ്പൊ വിടാൻ ഈ കൊച്ചിനെ ചിലപ്പോൾ ഇവരെ അച്ഛനും അമ്മ ഇതായതുകൊണ്ട് വിടാൻ സാധ്യതയുള്ളതെന്ന് അവർക്ക് തോന്നുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് ആ നാടകക്കാർ. അപ്പം ഞാനിതുപോലെ പോവാതിരിക്കാൻ പല പണികളും ചെയ്തു. വേറെ അന്നൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വലിച്ചൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുക, പലയിടത്തും പോയി നിൽക്കും. അപ്പോൾ അവസാനം ജയശ്രീക്ക് ഒരു സംശയം തോന്നി, ഇവള് ഇതിന് പോകാതിരിക്കാനാണോ ഈ? അപ്പോൾ ജയശ്രീനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി നിനക്ക് ഇതിന് പോകണ്ടേ, അതാണോ? അപ്പം ഞാൻ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കി ഞാൻ നിന്നു. അപ്പോൾ ജയശ്രീ പറഞ്ഞു, നീ പോയിട്ട് നോക്കിയിട്ട് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ആദ്യം പോയി നോക്കൂ. അങ്ങനെ ഞാൻ മനസ്സിലുള്ള ഇങ്ങനെ ഇനി പുതിയ ആൾക്കാർ അങ്ങനെയൊക്കെ. പക്ഷെ അതൊരു കോമഡി നാടകമൊക്കെ ആയിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം, അത് ചെയ്തപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒക്കെ ഇരിക്കാനും എനിക്ക് ആ നാടകം ചെയ്യുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതിനോടുള്ളൊരു ആകർഷണം കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആദ്യത്തെ ഒരു 10 വർഷത്തോളം പോലും അഭിനയത്തിനോട് അങ്ങനെ ഒരു അഭിനയിക്കണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്താലാണ് ഞാൻ നാടകത്തിൽ നിൽക്കാൻ പറ്റുക, അതാണ് ഞാൻ എപ്പോഴും ആലോചിച്ചത്. വളരെ പതുക്കെയാണ് എനിക്ക് അഭിനയത്തോടുള്ള ഇഷ്ടം വന്നത്. ഞാൻ എനിക്കൊന്നു ഇപ്പം 2024 അപ്പോൾ ഒരു 24 വർഷമായിട്ട് നാടകം തുടങ്ങി വെച്ചൊക്കെ 24 വർഷമായി. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ടേ എനിക്ക് ശരിക്കും
അഭിനയത്തിനോടൊരു നോക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വിളിക്കുമ്പോൾ അത് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഈ ഭാരത് രംഗ് മഹോത്സവിന്റെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നടത്തുന്ന കൾച്ചർ മിനിസ്ട്രിയും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നടത്തുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു മെയിൻ തിയേറ്റർ ഫെസ്റ്റിവലാണ് ഭാരത് രംഗ് മഹോത്സവം എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ ഭാരത് രംഗ് മഹോത്സവം പോയിട്ടുള്ളത് ആദ്യത്തെ ഒരു 2000 to 2010 ആ സമയത്താണ്. ഈ നാടകം ആദ്യം കളിക്കുന്ന സമയത്താണ്. അത് ഈ പറഞ്ഞ പോലെ അവിടത്തെ എന്ന് പറഞ്ഞാൽ നമുക്കത് അവിടെ നിന്ന് ബാക്കി നാടകം കാണാനുള്ള അവസരം ഒന്നും ഉണ്ടാവാറില്ല പലപ്പോഴും. കാരണം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേയും എല്ലാം, ഇപ്പൊ ഒരു ഫെസ്റ്റിവലിന് ഏതൊരു ഫെസ്റ്റിവലിന് വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു 2-3 ദിവസത്തെ സ്റ്റേയും അക്കോമഡേഷൻ യാത്രയും ഒക്കെ ഉണ്ട്, ഭക്ഷണത്തിന്റെ ബാറ്റൊക്കെ അത്ര ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ ട്രെയിനിൽ കയറി പോവുക. കേരള എക്സ്പ്രസ്സിൽ ഒരു 3 ദിവസം ആണ് ഡൽഹിയിലെത്തുക. അപ്പം നമുക്കൊരു ബാറ്റ ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ജീവിച്ച് പോകുന്നു. അവിടെ ചെല്ലുന്നു, നമ്മളവിടെ മലയാളം നാടകമാണെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ കൂടുതൽ കാണാൻ വരും. ചിലപ്പോൾ എല്ലാ ഭാഷയിലുള്ളവർക്കും മനസ്സിലാവുന്ന തരം സ്റ്റൈല് നാടകമായിരിക്കാം. പിന്നെ നമുക്ക് ആ നിൽക്കുന്നതിനും തലേന്നും അത് കഴിഞ്ഞിട്ടൊക്കെ 2 ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ ചില നാടകങ്ങളും കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ തിരിച്ചു വരണം. അങ്ങനത്തെ കേരള ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റും അതും തമ്മിൽ ഒരു എങ്ങനെയാണ് അതിന്റെ? എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇറ്റ്ഫോക്കാണ് കുറച്ചും കൂടി ക്യൂറേഷൻ ബെറ്റർ. എനിക്ക് ഭാരത് രംഗ് മഹോത്സവത്തിന് പലപ്പോഴും ഞാൻ നാടകങ്ങൾ കാണുമ്പോൾ ചില നാടകങ്ങൾ ചില സമയത്ത് നല്ലത് വരുന്നു. അത് കുറച്ചുകൂടെ വലിയ ഫെസ്റ്റിവലാണ്, ഒരുപാട് നാടകങ്ങളും കുറച്ച് നാൾ നിൽക്കുന്നതുമാണ്. പക്ഷേ അതുകൊണ്ടാണോ ക്യൂറേഷൻ, അപ്പൊ നമുക്ക് ഡൈല്യൂട്ട് ആയി പോവാമല്ലോ ക്യൂറേഷൻ്റെ സമയത്ത്. എനിക്ക് കണ്ടിട്ടുള്ള ഇറ്റ്ഫോക്കുകളും കണ്ടിട്ടുള്ള ഭാരത രംഗ മഹോത്സവം വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഇറ്റ്ഫോക്കിനാണ് ഏത് ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊണ്ടുവരാനും ആ ഒരു ക്യൂറേഷനെ പറ്റിയിട്ട് ആലോചിച്ച് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭാരത രംഗ മഹോത്സവം കുറച്ചും കൂടെ ഒരു എല്ലാത്തിനെയും ഉൾപ്പെടുപ്പിക്കാനും, ഉള്ളതെല്ലാം 2 തരത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. ഉണ്ടായി വരുന്നതിനെ എല്ലാം ഉൾപ്പെടുത്തി ചെയ്യുക. പിന്നെ ഒന്നുള്ളത് ഉള്ളതിൽ ഏറ്റവും നല്ല തിരഞ്ഞെടുത്ത് ചെയ്യുക. ഇങ്ങനെ അപ്പൊ എല്ലാ ഇയറും ഇറ്റ്ഫോക്ക് അങ്ങനെ നല്ല ക്യൂറേഷൻ ചെയ്തിട്ടുണ്ടോ അതെനിക്കറിയണം. കാരണം ഞാൻ പോവാത്ത പല വർഷങ്ങളും ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇറ്റ്ഫോക്കുകളിൽ എനിക്ക് ഇറ്റ്ഫോക്ക് കുറച്ചും കൂടെ ഫൈൻ ട്യൂൺഡ് ക്യൂറേഷൻ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത്? സിനിമ അതോ അവിചാരിതായിരുന്നോ? അതോ? അതെ, കുട്ടിക്കാലത്ത് ഇതുപോലെ വിധുചേച്ചി സീഡിസിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിധുചേച്ചിയുടെ അവിടെ എടുക്കണമല്ലോ ഒരു ഡിപ്ലോമ ഫിലിം. അതൊക്കെ തോന്നി ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ. അതൊക്കെ അധികമൊന്നും ഇല്ല, ഇങ്ങനെ സൈക്കിളിൽ വരുന്നു, അങ്ങനെ എന്തൊക്കെ കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ എനിക്കൊന്നും ലെനിൻ രാജേന്ദ്രൻ ആണ് ഇതുപോലെ ഒരു സീൻ ഇങ്ങനെ അന്യർ എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പം ഞാൻ ഇതുപോലെ പരീക്ഷ കിടക്കുന്നതാണ്. അപ്പം ഞാൻ എന്നാ പോയി ചുമ്മാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിർമയും ബിജു മേനോനും അഭിനയിക്കുന്ന അതിൽ ഇങ്ങനെ പോയിട്ട് ചെയ്തൊക്കെ. അപ്പോഴും എനിക്ക് ഇന്നാളെ രാജീവേട്ടൻ പറയുമ്പോൾ രാജീവേട്ടൻ പറഞ്ഞ ഞാനാണ് നിന്നെ ഷൂട്ട് ചെയ്തത്. അപ്പം എനിക്ക് അതുപോലെ ഓർമ്മ, അങ്ങനെയൊന്നും നമ്മളൊരു ഇൻട്രസ്റ്റിലൊന്നും അല്ലാണ്ട് പോയില്ല, അങ്ങനെ പോയതാണ്. പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പോവില്ലായിരുന്നു സിനിമയ്ക്ക് കുറേ കാലം. കാരണം എനിക്ക് അതും പിന്നെ വേറൊരു സിനിമ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ്, അത് ഒരിക്കലും ഇറങ്ങിയിട്ടൊന്നുമില്ല. അത് ഇങ്ങനെ പോയപ്പോൾ എനിക്കൊരു സിനിമയുടെ ഈ നാടകം തരുന്ന ഒരു ഹാപ്പി എന്ന് പറയുക അറ്റ്മോസ്ഫിയർ അത് ഈ സിനിമയിൽ ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചോദിച്ചു, അപ്പൊ അഭിനയത്തിനോട് ആഗ്രഹം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ പിന്നെ അത് ചെയ്യുക. എനിക്ക് ആ അഭിനയത്തിനുള്ള ആഗ്രഹം കൊണ്ടല്ല പലപ്പോഴും ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ആ ഒരു നാടകം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിന്റെ സമയത്ത് അത് ഒരു പേഴ്സണലി എൻ്റെ വ്യക്തിത്വത്തിനെ നന്നായി സ്വാധീനിക്കുക, അല്ലെങ്കിൽ എന്നെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന, അതൊന്ന് അങ്ങനെ ഉൾക്കാഴ്ച നന്നായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കലാരൂപം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെയും ശ്രദ്ധിക്കാൻ എല്ലാം കൊണ്ടും ആ രീതിയിൽ എനിക്ക് സിനിമയിൽ ആ കുട്ടിക്കാലത്ത് പലപ്പോഴും പോകുമ്പോൾ എനിക്ക് അത് വളരെ ഒരു വേറൊരു ജേണിയാണ് ഞാൻ അനുഭവിച്ചത്. അപ്പം എനിക്കത് താല്പര്യം തോന്നാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തിനും വിളിച്ച ലോഹിത സാറൊക്കെ ചില സിനിമയ്ക്കൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ വിളിക്കുവാനൊന്നൊക്കെ. അപ്പം ഞാൻ ഒന്നിനും പോയില്ലായിരുന്നു. പിന്നെ ഈ കേരള കഫേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രാൻസിലൊക്കെ പഠിച്ചിട്ട് വന്നതിന് ശേഷം അപ്പം എനിക്ക് ഈ ഒരു അവസ്ഥയായി, നമ്മൾ തന്നെ സാമ്പത്തികമായിട്ട് ഫുള്ളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവണം, എന്നാലേ പറ്റുള്ളൂ എന്നൊക്കെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് നാടകത്തിൽ നിന്ന് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് എനിക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ വെച്ചു, ഓക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടി പൈസ കിട്ടുന്നു, അതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് തുടങ്ങിയത്. അപ്പോഴും അഭിനയത്തിനോടൊരു പാഷൻ കൊണ്ടല്ല അപ്പോഴും നിൽക്കണത്. അതൊക്കെ എനിക്കൊന്ന് 2015-16 ആയിട്ടാണ് അത്രയും തുടങ്ങുന്നത് പോലും ആ ചിന്ത വേണം പറയാൻ. പക്ഷെ ബിരിയാണിയിലെ കഥാപാത്രമാണ് അല്ലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും, സംസ്ഥാന അവാർഡ് കിട്ടി, പിന്നെ മോസ്കോ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലും അവാർഡ് കിട്ടി. ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല പറയാനാണെങ്കിൽ. ഇതും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഹായ് അഭിനയിക്കണം അങ്ങനെയൊന്നുമല്ല. എന്നെ സാമ്പത്തികമായിട്ട് ഞാൻ ജീവിക്കണമല്ലോ ഇവിടെ. എനിക്ക് ജീവിക്കാൻ, എനിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു പണിയിൽ
എന്ന് പറയുമ്പോഴും ഞാൻ ഈ പണി ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നു പോലും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അതായത് ഇതിനേക്കാളും നന്നായി ചെയ്ത് ഒരുപാട് മനുഷ്യരുണ്ട്. എനിക്കിത് ചെയ്താലേ എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ബിരിയാണിക്കാണെങ്കിലും സജിൻ ബാബു വന്ന് സ്ക്രിപ്റ്റ് തരുമ്പോൾ എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആളോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടും വായിക്കുമ്പോൾ എനിക്ക് ഓക്കെ അല്ല. പിന്നെ അതിനിപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് ഓക്കെ ആയിരുന്നെങ്കിലും എനിക്ക് ആളെഴുതിയിരിക്കുന്ന ഒരു തിരക്കഥയോ അത് വായിക്കുമ്പോൾ അത് എന്നിൽ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് വായിക്കുമ്പോൾ തോന്നുന്നത്. എന്നുവെച്ചാൽ നടി എന്നുള്ള നിലയിൽ അല്ല, ഒരു കവായനക്കാരി അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ അത് വായിക്കുമ്പോൾ എനിക്കൊരു ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് വായിക്കാൻ തോന്നാത്ത ഒരു ആണ്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ അങ്ങനെയാണ് ബിരിയാണിയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴുള്ളത്. അപ്പം ഞാൻ സജിനോട് പറഞ്ഞു, സജിൻ എനിക്കിത് കണക്റ്റ് ആവുന്നതല്ല, ഇപ്പം രാഷ്ട്രീയപരമായിട്ടും എനിക്ക് കണക്റ്റ് ആവുന്നില്ല. പക്ഷെ അത് പിന്നെ സജിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറയാനും പാടില്ല. ഇൻ ദ സെൻസ് സജിൻ പറയുന്നത് ഇത് എൻ്റെ ജീവിതത്തിന്റെ കഥയായിട്ട് കൂടെ ബന്ധപ്പെട്ടാണ് കാര്യം. അപ്പോൾ അത് അയാൾക്ക് റൈറ്റ് ഉണ്ട് എടുക്കാൻ. അതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ അത് എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അല്ലാതെ അപ്പോൾ തോന്നാത്തോണ്ട് ഞാൻ ഇല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ, ആരെയും എനിക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും മരുന്നു. കാരണം എനിക്ക് ശരിക്കും അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അതുപോലെ ഒരു വളരെ ചെറിയ ഇൻഡിപെൻഡൻസ് സിനിമയാണ്. വളരെ ചെറിയൊരു പൈസ നമുക്ക് തരാൻ പറ്റാൻ പോണേ. പക്ഷെ അതുപോലെ എൻ്റെ കയ്യിൽ ഇല്ല അന്ന്. അപ്പം ഞാൻ അതെങ്കിലും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം സജിൻ വേറെ അതൊക്കെ പോയി. അപ്പം സജിൻ എന്നിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ചിലർ ഓക്കെ ആവുമ്പോൾ സജിൻ ഓക്കെ ആയിരിക്കില്ല, അല്ലെങ്കിൽ സജിന് വേണ്ട ചിലപ്പോൾ അവർ തയ്യാറല്ല. അങ്ങനെ പല അവസ്ഥയിൽ പിന്നെ സജിൻ വീണ്ടും വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. പക്ഷേ ഈ സജിൻ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ഒരു ടൈപ്പ് കഥയോ ഒന്നും പല കാര്യങ്ങളും അല്ല ഇതില്ല. എസ്തെറ്റിക്കലി കഥയുടെ രാഷ്ട്രീയം മാറ്റി വെച്ചാലും എസ്തെറ്റിക്കലിയും എൻ്റെ അല്ല. പക്ഷെ എസ്തെറ്റിക്കലി അല്ലാത്ത സിനിമകൾ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. സജിൻ്റെ ഒരു ബിരിയാണി എന്ന് പറയുന്ന സിനിമ മാത്രമൊന്നുമല്ല. ഞാൻ മുമ്പ് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും എനിക്ക് ആ സിനിമയുടെ രാഷ്ട്രീയവും ഇഷ്ടമായിരിക്കില്ല മൊത്തത്തിൽ. പക്ഷെ ഞാൻ ചെറിയൊരു കഥാപാത്രം ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ ആയിരിക്കും ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം എനിക്ക് ആ സിനിമ മൊത്തം പറയണത് രാഷ്ട്രീയം ഇഷ്ടമായിരിക്കില്ല, ആ സിനിമയുടെ ഈസ്തെറ്റിക്സ് ഒന്നും ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പല സിനിമകളുടെയും ഭാഗം ബിരിയാണിക്ക് മുമ്പും ആയിട്ടുണ്ട്. അതും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ ഇതിൽ നമ്മളൊരു കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു മൊത്തം റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടി എനിക്ക് തന്നെയാണല്ലോ വരാമല്ലോ ഒരു നടി എന്നുള്ളത്. അപ്പോൾ സജിൻ ആരെയും കിട്ടാത്തത് കൊണ്ട് സജിൻ വീണ്ടും വരുന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ, ഇത് വെച്ചോണ്ട് ഞാൻ അഭിനയിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അതായത് ഞാൻ ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ രീതിയിൽ അഭിനയിക്കാം പറ്റുന്ന പോലെ. പക്ഷേ എനിക്കും ഇതിന് ഭാഗമാവണം ഇതൊക്കെ പറഞ്ഞ് അല്ല ചെയ്യണത്. അത് അപ്പോൾ സജിനും അറിയാതെ. അപ്പോൾ സജിൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ സിനിമ ഞാൻ കണ്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ആ സിനിമ മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു വായിക്കുമ്പോൾ ഹായ് എന്ന് തോന്നിയ സിനിമ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഹായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആകർഷണം. കോക്ടെയിലിലെ ലൈംഗിക തൊഴിലാളിയുടെ വേഷം അതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കനീനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലേ? അഭിനയം എന്നുള്ള രീതി നന്നായി അഭിനയിച്ചു, കനി നന്നായി ചെയ്തു എന്ന് പറഞ്ഞ ഒരു വേഷമായിരുന്നു അത്. ഷിക്കാറില് ഈ കോക്ടെയിലിലെ വേഷം ചെയ്യുമ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേഷമാണല്ലോ, ഒരു നടി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വെല്ലുവിളിയാവുന്നു തോന്നിയിരുന്നു. എനിക്ക് തോന്നുന്നു അത് വേറെ ആരോ, എനിക്ക് അത് ആരെന്ന് ഓർമ്മയില്ല, ഏതോ ഒരു നടീനെ ഞാൻ പരിചയപ്പെട്ടു. അതെന്നെ അന്ന് വിളിച്ചത് ആദ്യം. പക്ഷെ അപ്പൊ എനിക്ക് അത് ചെയ്യാൻ മടി തോന്നി. കനി ചെയ്തത് നന്നായി, ഇപ്പൊ എനിക്ക് കുറ്റബോധം ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തത് നന്നായി എന്നൊന്നും എനിക്ക്, ഞാൻ ചെയ്ത അഭിനയം നന്നായി എനിക്കല്ല. പിന്നെ ആ ക്യാരക്ടറിന്റെ ഇന്റർപ്രിട്ടേഷനും ഇപ്പം എനിക്ക് ആ ഇന്റർപ്രിട്ടേഷൻ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, ഈ പറഞ്ഞ പോലെ. മനസ്സിലായോ? അതാണ് ഞാൻ പറയാൻ. നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയം ക്ലിയർ ആയിട്ട് നമുക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കാഴ്ചപ്പാട് ഓരോ കാര്യത്തിനെ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് വരുന്ന പല സിനിമയിലും അവർ ആ കഥാപാത്രത്തിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും അതിനെ കാണുന്ന രീതിയും അതിനെ കാണിക്കുന്ന രീതിയും ഒന്നും നമുക്കും വ്യക്തിപരമായിട്ടൊന്നും ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ള ആൾക്കാർ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കാൻ പറ്റും. ഓപ്ഷൻ ഇല്ലാത്തവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യും, അങ്ങനെയുള്ളവരും ഉണ്ടാവും. പിന്നെ സാമ്പത്തികമായിട്ട് ഓപ്ഷൻ ഇല്ലെങ്കിലും ചെയ്യണ്ട എന്ന് വെക്കുന്ന നല്ല ധൈര്യമുള്ള മനുഷ്യരുണ്ടാവും. എനിക്ക് അത്രയും ധൈര്യമൊന്നും ഇല്ലയെന്ന് എനിക്കെന്നറിയാം. എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ ഫ്രീഡം ഉള്ള സമയത്ത് മാത്രമേ എനിക്ക് നേരെ നിൽക്കാൻ പറ്റാറുള്ളൂ. അതെനിക്കറിയാം. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കും, എന്നാലും ഇങ്ങനെയുള്ളവരൊന്നും നീ ചെയ്യുമെന്ന് ഞാൻ തന്നെ എപ്പോഴും ആലോചിക്കും. ചിലത് ഞാൻ ചെയ്യില്ല. അപ്പം ചോദിക്കും, അപ്പം പിന്നെ ഇതെന്താ ചെയ്തത്, ഞാൻ തന്നെ അത് ആലോചിക്കും. അതപ്പോൾ ചിലത് ചെയ്യാൻ അപ്പോഴും ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്തതും ഉണ്ട്. അപ്പൊ ചിലത് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുമുണ്ട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ എവിടെയാണ് ആ ലൈൻ ഡ്രോ ചെയ്യണമെന്ന് ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, ഇവിടെ അപ്പൊ ചെയ്യണ്ട, അപ്പൊ അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യുക. അങ്ങനെ ഇപ്പൊ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എനിക്കങ്ങനെ
അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ വെച്ചാൽ 1 മാസത്തെ വാടക കൊടുക്കണം എന്നാണ് ഞാനപ്പോൾ ആലോചിക്കണം. അല്ലാണ്ട് ഇതെന്റെ ഭാവി എന്തോ ആവുന്നൊന്നും അല്ല. അടുത്ത മാസം വാടക കൊടുക്കണം, അപ്പോൾ ഇത്രയും പൈസ കിട്ടി കഴിഞ്ഞാൽ ഈ 3 മാസത്തേക്കുള്ള വാടക കൊടുത്തു കഴിഞ്ഞു, ഓക്കെ, അപ്പൊ അങ്ങനെ മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോലും എത്തിയിട്ടില്ല. ഒരു ജോലിയാണ്, അങ്ങനെ അതിനപ്പുറത്തേക്ക് അതിനകത്തൊരു അത് പിന്നെ ഇനിയിപ്പൊ ഞാനിനി അല്ലാതാണെങ്കിലും ജോലിയായിട്ട് തന്നെ കാണുന്ന വഴിയുള്ളൂ. മൈത്രേനിലേക്കും ജയശ്രീയിലേക്കും വരാം. രണ്ടുപേരും എനിക്ക് തോന്നുന്നു കനീനെ പൊതുവെ ആളുകൾ നടി എന്ന രീതിയിലും ഇഷ്ടപ്പെടുന്നുണ്ട്. കനി ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അതിനപ്പുറത്തേക്ക് കനി എന്നൊരു വ്യക്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. ആ ഒരു വ്യക്തിത്വ രൂപീകരണത്തിലേക്ക് നമുക്കത് പറയണ്ട. അപ്പൊ ആ ഒരു വ്യക്തിത്വ രൂപീകരണത്തിലേക്ക് കനി എത്തിയത് എങ്ങനെയാ? ഈ മൈത്രേനും ജയശ്രീയും ആണോ അതിന് പിന്നില്? അവരാണ് അതിന് പിന്നിൽ. ജനറ്റിക്കലി അവരാണ് അതിന് പിന്നിൽ എല്ലാ തരത്തിലും. ഇപ്പൊ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കില്ലേ നമ്മൾ വളരുന്ന സാഹചര്യം, പിന്നെ നമുക്ക് ജനറ്റിക്കലി ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ വളർത്തിയ രീതി, ചുറ്റുപാട്, അതുപോലെ തന്നെ എനിക്കും സെയിം. അല്ല, പക്ഷെ ആ ഒരു എല്ലാവർക്കും ആ ഒരു കാഴ്ചപ്പാട് വരുന്നില്ലല്ലോ, ആ ഒരു സ്വാതന്ത്ര്യബോധം അല്ലെങ്കിൽ അതൊന്നും പാരന്റ്സിന് പോലും പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെയാണ് ജയശ്രീന്റെയും മൈത്രേന്റെയും ഒരു പ്രാധാന്യം. ഞാൻ ഇതും മറ്റതും വ്യത്യാസമല്ലെന്നല്ല പറഞ്ഞത്, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. അത്രയും നാളും ഉണ്ടായ ചുറ്റുപാടിന്റെയും നമ്മുടെ ജനറ്റിക്കലി നമുക്ക് കിട്ടാവുന്നതിന്റെയും നമ്മളെ വളർത്തിയപ്പോൾ ചുറ്റും ഉണ്ടായിരുന്നവരുടെയും നമ്മുടേതായിട്ടുള്ളതിന്റെയും ഒക്കെ ഒരു ആകത്തുകയായിരിക്കും നമ്മൾ എത്രയായിരുന്നു. അപ്പൊ അതില് എങ്ങനെയാണ് കനീന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചത് എന്നാണ് എന്റെ ചോദ്യം. എനിക്കത് മൈത്രേനും ജയശ്രീയും ആ ഒരു ചിന്തിക്കാനുള്ള, നമുക്കെല്ലാം ചിന്തിക്കാൻ കഴിവുണ്ടല്ലോ, അതിനെയാണ് ഏറ്റവും ചെറുതിലെ എനേബിൾ ചെയ്യാൻ സഹായിക്കാനാണ് അവരൊരു പാരന്റിങ്ങിൽ നോക്കിയിട്ടുള്ളത് പരമാവധി. അതൊന്നും ഇല്ലെങ്കിലും അതിന് റെബലായിട്ടും ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അതായത് അത് സമ്മതിക്കാത്ത പാരന്റ്സിനോട് ദേഷ്യമോ അല്ലെങ്കിൽ നമുക്ക് റെബലോ അല്ലെങ്കിൽ ചുറ്റുപാടിലോടുള്ള ദേഷ്യം കൊണ്ടും അതിനേക്കാൾ നന്നായിട്ട് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടായി മാറാം. നമ്മളത് ആലോചിക്കുമ്പോൾ ഇപ്പം മരങ്ങളും ചെടികളും വളർത്തണം എനിക്ക് തോന്നും. ചില സമയത്ത് ചില ചെടികൾ വളരുന്നത് അതിനുള്ള എല്ലാം കറക്റ്റ് കൊടുത്താൽ വന്നിട്ട് വളരും, ഒന്നുമില്ലെങ്കിൽ അത് അതിൽ നിന്ന് റെസലിയന്റ് ആയിട്ട് പുറത്ത് വരുന്ന ചെടികളും ഇല്ലേ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ ചില കൂട്ടുകാരെ കാണുമ്പോൾ എന്തൊരു എത്ര രസകരമായ മനസ്സാണ് അവർക്കുള്ളതെന്ന് ഞാൻ വിചാരിക്കും. അത്രയും രസകരമായ മനസ്സുള്ളത്. പക്ഷെ അവരുടെ അച്ഛനും അമ്മയും ഒന്നും അങ്ങനെ ആയിട്ടൊന്നും അല്ല ആ മനസ്സുണ്ടായി വന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്തപ്പോൾ അതിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നതാവാം. അപ്പം അങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം എനിക്കുള്ള ഇപ്പം ഞാൻ ചിലപ്പോൾ അത്ര റെസലിയൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കില്ല. അന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നിട്ടുള്ളത്. എനിക്ക് അത്രയും ഭയങ്കര സ്ട്രോങ് വ്യക്തിത്വമുള്ള, അതായത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫേസ് ചെയ്യാൻ ധൈര്യമുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് ഫേസ് ചെയ്യാൻ തീരെ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിൽ ചിലപ്പോൾ ഒട്ടും ഫേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനൊക്കെ പിന്നെയും ധൈര്യം വരുന്നത് ചിലപ്പോൾ മൈത്രേനും ജയശ്രീ ചേച്ചിയും പോലെ ഒരാൾക്കാർ വളർത്തിയതിൻ്റെയും. അപ്പോൾ അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊന്നും അങ്ങനെ എനിക്ക് പേടിയോ അങ്ങനത്തെ പേടികളൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് സത്യത്തിൽ അത്ര ഇഷ്ടമല്ല. പേഴ്സണലി ഒരു ചോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉള്ളൊരു വീട്ടിൽ, ആരെങ്കിലുമൊക്കെ ഉള്ളൊരു വീട്, നമ്മളെ ഒരു മുറിയിൽ കിടക്കുന്നു, അപ്പോൾ ഒരു അനക്കമുള്ളൊരു സ്ഥലമാണ് എനിക്കിഷ്ടം. അതൊരു വ്യക്തിപരമായ ചോയ്സ്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അടുത്ത് കിടക്കുന്നത് ഞാൻ കിടക്കും. അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുപോലെ ഒരു കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഒക്കെ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഒരു 4-5 വയസ്സ് മുതലേ എനിക്ക് ഓർമ്മയുണ്ട്. മൈത്രി ചോദിക്കും എന്താ നിനക്ക് അത് ഇഷ്ടം, അത് സംസാരിക്കും നമ്മളുടെ കൂടെ. അതില് നമ്മുടെ മനസാക്ഷിക്ക് അത് ശരിയാണോ തെറ്റാണോ, നമ്മളുടെ ഇഷ്ടം നമുക്ക് എന്തും ചെയ്യുന്നതല്ല ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഉപദേശിച്ച് പറഞ്ഞുതരല്ല ചെയ്യുക. ആളും മൈത്രിയും സംസാരിക്കും. അപ്പം നമ്മൾ തിരിച്ച് സംസാരിക്കുമല്ലോ. അപ്പം നമ്മൾ ബ്രെയിൻ നാച്ചുറലി അതുമായിട്ട് ഡെവലപ്പ് ചെയ്യുമല്ലോ. അപ്പം എനിക്ക് നന്നായിട്ട് പരിപോഷിച്ച് വളർത്തുന്ന ചെടികളില്ലേ, അത് രീതിയിലാണ് എനിക്ക് വളരെ, ഞാൻ പ്രിവിലേജ്ഡും എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു അങ്ങനത്തെ ഒരു ജീവിതം. ചിന്തിക്കാൻ വളരെ ഈസി ആയിട്ട് അവിടേക്ക് ഞാൻ എത്തപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ സ്വാധീനിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അവരുടെ ഒരു ജീവിതത്തിലുള്ള ഇന്റഗ്രിറ്റി ഒന്നും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല അവരുടെ രണ്ടുപേരുടെയും. എനിക്ക് മൈത്രി ശശിയുടെ അടുത്തുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി നന്നായിട്ട് സൂക്ഷിക്കുന്ന രണ്ടുപേരാണ്. അവർ പറയുന്ന കാര്യം വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്ന ആൾക്കാരും അതിൽ നിലനിൽക്കുന്ന ആൾക്കാരുമാണ്. അതിലെനിക്ക് കാരണം എനിക്ക് വേറെ കൂട്ടുകാരും അല്ലെങ്കിൽ കുറച്ച് മാറി ചിന്തിക്കുന്ന പാരൻസ് ഒക്കെ ഉള്ള വേറെ കൂട്ടുകാരൊക്കെ ഞാനും വളരുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ മക്കളോട് ഈ പറയുന്ന ചില കാര്യങ്ങൾ അവിടെ എത്തുമ്പോൾ കോൺട്രഡിക്ടറി ആയിട്ട് ചെയ്യുന്ന ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മൈത്രി ഒരു കാര്യം അങ്ങനെ പറഞ്ഞത് മുഴുവൻ എനിക്ക് അതേപോലെ തന്നെ വളർത്തിയിട്ടുള്ള ഒരിടത്ത് അവർ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ ഇടപെടില്ല.
അത് ഇപ്പോഴും ഞാൻ വിരിക്കും. അതുപോലെ നമ്മൾ ചോദ്യം ചെയ്യില്ല അനാവശ്യമായ കാര്യത്തിന്. അതായത് അന്ന് നീ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം നീ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊന്നുമല്ല. അത് ഭയങ്കര മ്യൂച്വൽ ആ റെസ്പെക്റ്റിൽ എന്നോട് ഇടപെട്ടിട്ടുള്ളൂ. ഒരു മകൾ എന്നുള്ള നിലയിൽ അവർ അൾട്ടിമേറ്റ് റെസ്പെക്ട് എനിക്ക് കുട്ടിക്കാലം പോലെ ഇപ്പം വരെ തന്നിട്ടുണ്ട്. ഞാനാണ് പിന്നെയും അങ്ങനൊന്നും അല്ലാതെ പെരുമാറുകയാണെങ്കിലുള്ളൂ. പിന്നെ അവർ ആ പറഞ്ഞ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട്, അവർക്കറിയാം ചിലപ്പം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റാമെന്ന് അവർക്കൊരു പാരന്റ് എന്നുള്ള നിലയിൽ തോന്നുന്നതിൽ പോലും അവർ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു വരാതെ തന്നെ നിന്നുകൊണ്ടേ അതിൽ നിൽക്കുള്ളൂ. അവരുടെ ആവലാതിയും വിഷമവും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതെനിക്ക് ഒട്ടും തരാതെ ആ പരമാവധി അത് ഞാനൊരു പാരന്റ് ആണെങ്കിൽ എനിക്ക് അത്രയും രസകരമായിട്ട് എൻ്റെ കുട്ടികളുടെ അടുത്ത് ഇടപെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ആ ഒരു ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിച്ചത് പറയുന്ന കാര്യങ്ങളിലും ചിന്തിക്കുന്ന കാര്യത്തിലും മൈത്രേനാണെങ്കിലും യശസ്വിയാണെങ്കിലും രണ്ട് തരം വ്യക്തികളാണ്. ഒരു സാമ്യത ഉള്ള മനുഷ്യരല്ല ആ കാര്യത്തിൽ. ചിലപ്പോൾ കുറേ കാര്യങ്ങളിലൊക്കെ സാമ്യത എന്ന് വെച്ചാൽ ചിന്തകളിലും രാഷ്ട്രീയത്തിലൊക്കെ ചെറിയ സാമ്യം ഉണ്ടായിരിക്കാം എന്നല്ലാണ്ട് ഒരു അവരുടെ മറ്റ് പല കാര്യങ്ങളും ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കാര്യം കണ്ടാലൊക്കെ ചെയ്യുന്നതിൽ യേശുശി മൈത്രൻ രണ്ട് വ്യക്തികളാണ്. പക്ഷെ ഒരു അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്നെ വളർത്താൻ വേണ്ടി ഒരുമിച്ച് നിന്ന ആൾക്കാരെന്ന നിലയിൽ അതിലൊരു കൺഫ്യൂഷൻ അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഉള്ളത് അവരെ പരിഹരിച്ച് എൻ്റെ മനസ്സ് വികസിക്കുന്നവരെ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. അതിൽ പരമാവധി ആ ഒരു പുറത്ത് പറയുന്ന കാര്യങ്ങൾ എന്നോട് ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ആ ഇൻറ്റഗ്രിറ്റി എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. അതാണ് എനിക്ക് അതിനെ ഞാൻ സ്വാധീനിക്കുന്നതല്ല, ഞാനിങ്ങനെ അതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത് നല്ല കാര്യം, ഇറ്റ്സ് ക്രെഡിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ സ്നേഹം, പ്രണയം ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോഴും അടിമത്തമില്ലാതെ ജീവിക്കാനാവുക എന്നുള്ളതാണ് ഒരു എന്താ പറയാ സ്വാതന്ത്ര്യമായിട്ട് കാണേണ്ടത് ഒരു ഒരുമിച്ചുള്ള ജീവിതത്തിൽ. ഇപ്പം കനിയും ആനന്ദമുള്ള ഒരു ജീവിതം എങ്ങനെയാണ്? അടിമത്തോ? ഞാനാണ് എല്ലാരും അടിമയാക്കുന്നത്. അതാണ് എന്റെ ബുദ്ധി. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു ബന്ധത്തിൽ എത്തപ്പെട്ടിട്ടില്ല എന്റെ ഫ്രണ്ട്ഷിപ്പിൽ പോലും. അത് എനിക്ക് തോന്നുന്നു അതിന്റെ ബുദ്ധി എനിക്ക് നല്ല പോലെ ഉണ്ട്. അത് ഞാൻ ഒരിക്കലും എനിക്ക് എത്ര പ്രേമമുള്ളപ്പോഴും അതിന്റെ തുടക്കം കണ്ടാൽ ഞാൻ അവിടെ നിന്ന് അപ്പം ഓടും. അവിടെ ഇനി എന്നും നിൽക്കില്ല. ഇനി അതേ പറഞ്ഞു അത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഇത് പ്രേമത്തിൽ മാത്രമുള്ള കാര്യമില്ല. ഈ പറഞ്ഞ അടിമ അല്ല, റിലേറ്റീവ്സ് ഒക്കെ സ്നേഹിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരെ അതിലേക്ക് നമ്മളെ ആക്കുന്നത് ഞാൻ പറയണ്ട. എനിക്ക് 14-15 വയസ്സുള്ളപ്പോഴേ എനിക്ക് അത് കാണുമ്പോൾ ഞാൻ അങ്ങനെയുള്ള കുഞ്ഞി കാര്യത്തിലൊക്കെ പോകുന്ന വഴിയൊക്കെ ഞാൻ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ സൈഡിൽ കൂടെ പോകുന്നുള്ളൂ. കുറച്ചാൾ എനിക്കും ആ ഒരു സന്തോഷം കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടാൻ നമ്മൾ സൈഡിൽ മറ്റേ കാലും തലയൊക്കെ വേറെ സ്ഥലത്താണ്, ഞാൻ ഓടുന്ന സമയത്ത് ഓടും. അങ്ങനെ ഞാൻ നിൽക്കുള്ളൂ. ആനന്ദൊന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള ഒരാളെ അല്ല. പിന്നെ ആനന്ദ് ഞാനും അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു പാർട്ണർഷിപ്പിലല്ല ഇപ്പോൾ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെന്നേ ഉള്ളൂ. ഞാനത് ഒരു വേറൊരു ഇന്റർവ്യൂ പറയുന്നത്, ആനന്ദിന് വേറൊരു പാർട്ണർ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കണം, ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് താമസിക്കുന്നത്. ഇപ്പൊ അത് തന്നെ 2-3 വർഷമായി ആക്ച്വലി അങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട്. പാർട്ട്നേഴ്സിനെയൊക്കെ എനിക്ക് പിന്നെയും കളഞ്ഞിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ ഒരിക്കലും പ്രേമിക്കുന്ന ആളുടെ അടുത്തല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇന്ന് വരെ. റെയർ ആയിട്ടൊക്കെ ഉള്ളൂ ഇത്തിരി അങ്ങനെ ഒരു അറ്റാച്ച് വന്നിട്ടുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് വളരെ അറ്റാച്ച്ഡ് ആവുന്നത്. അവർക്കും ഈ കാര്യം ചെയ്യാം, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഫ്രണ്ടിന്റെ എൻ്റെ 5ാമത്തെ സർക്കിളിൽ പോലും വെക്കില്ല. അതിന്റെ ചെറിയ ലാഞ്ചന കണ്ടാൽ തന്നെ ഞാൻ ഇത്തിരി അകത്തെ നിർത്തുള്ളൂ. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ സിനിമാ അഭിനയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവസരങ്ങൾ വരുമ്പോഴും ഒക്കെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പൊതുവേ സിനിമയിൽ നടിമാരോടുള്ള ഒരു കാഴ്ചപ്പാടും അവരെപ്പോഴും ഒരു 2ാം തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണല്ലോ നമ്മൾ ഇപ്പം കുറെയൊക്കെ മാറി വന്നിട്ടുണ്ട്. എനിക്കൊന്ന് കനിയൊക്കെ അഭിനയിക്കാൻ തുടക്കകാലത്തുണ്ടോന്ന് അറിയില്ല, ഇപ്പോഴൊക്കെ കുറച്ച് അങ്ങനെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം അഭിനയ ജീവിതത്തിലേക്ക് വന്നപ്പം? എല്ലാരും അങ്ങനെ അല്ലായിരുന്നു ഒരിക്കലും എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു പാട്രിയാർക്കി എന്ന് പറയുന്നതും അങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുന്നതിനകത്ത് ഒരു ഹയറാർക്കി ഉണ്ട്, വർക്ക് വൈസ് തന്നെ ഉണ്ട്. ആ ഒരു അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഉള്ള ഒരു സ്ഥലമല്ല അത് എന്തായാലും. അപ്പം അതിപ്പോ നമ്മൾ അതാണ് പറയുന്നത്, പ്രശ്നങ്ങൾ ഭയങ്കര നുവാൻസ്ഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ടാവും. അപ്പം അതിലെല്ലാ ജോലി എടുക്കുന്ന ആളുകൾക്കും അവരുടേതായിട്ടുള്ള റെസ്പെക്ട് വേണം, അല്ലേ? അത് കൊടുക്കാതിരിക്കും അത് പ്രശ്നമാണ്. പക്ഷെ അതൊരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഉള്ള ഒരു ക്രിയേറ്റീവ് ആർട്ട് മേക്കിംഗ് പ്രോസസ് തന്നെയാണ് അത്. അതിൽ ഫൈനൽ കോൾ എടുക്കുന്ന ആൾക്കാർ ക്രിയേറ്റീവ് ആണെങ്കിലും അല്ലാത്തതിലും ആ ആൾക്കാരുണ്ടാവും. നമ്മൾ അതിനി എത്ര നമ്മുടെ അല്ലാതെ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയാനും അത് നടക്കണം എന്നില്ല. പക്ഷെ അതല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഉണ്ടാവാം, ചിലപ്പം കൊളാബറേഷൻ എന്നാലേക്ക് ഇപ്പോൾ ആൾക്കാരും ഉണ്ടാവാം, ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആൾക്കാർ എന്നുള്ളവരും ഉണ്ടാവാം. പക്ഷെ അതൊരു ഡയറക്ടറിന്റെയും അല്ലെങ്കിൽ അതിന്റെ മേക്കേഴ്സിന്റെയും
തീരുമാനമായിരിക്കാം. പക്ഷെ ആ സ്പേസ് അല്ലാത്ത, അതൊരു ക്രിയേറ്റീവ് മേക്കിങ്ങിന്റെ സ്ഥലം, അതല്ലാതെ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ ഒരാൾക്ക് കസേരയാണ് ഒരാൾക്ക് കസേര എന്നുള്ളത് പ്രശ്നമാണല്ലോ. അത് പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ വർക്കിംഗ് സ്പേസിൽ ഈ ഒരു അതൊന്നും അല്ലാതെ ഡെമോക്രാറ്റിക് ആയിട്ട് ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. അത് സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ, അതിപ്പം അങ്ങനെ ഒരു ഇത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആക്ടേഴ്സിനാണ് കൂടുതൽ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുക. അതിൽ തന്നെ ചിലപ്പോൾ മെയിൻ റോൾസ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കിട്ടുക, അല്ലാത്ത ഒരാൾക്ക് അത് കിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിനകത്ത് പോകുന്ന അതിൻ്റെ റിസോഴ്സസ് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലല്ല ഇപ്പോഴും സിനിമ സ്ട്രക്ചർ. അതൊക്കെ മൊത്തത്തിൽ പൊളിച്ച് മാറ്റിയാൽ ചിലപ്പം എന്നെ സംബന്ധിച്ചോളം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിലും ഇരിക്കുന്ന ഹയറാർക്കി ഇരിക്കുന്നത് ഉണ്ടാവുന്നതുകൊണ്ട് എനിക്ക് ഒരു നടി എന്നുള്ള പ്രശ്നമില്ല. അതിപ്പോൾ ഓരോ ഡയറക്ടറിൻ്റെയും തീരുമാനമാണ്. ക്രിയേറ്റീവ് സ്പേസിലും ആളുകൾ കൊളാബറേറ്റ് ചെയ്യണോ വേണ്ടേ, അതിലും ഈക്വൽ ഇതുണ്ടോ എന്നാണ്, അതൊക്കെ ഓരോരുത്തരുടെ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ഇപ്പോൾ പായലിൻ്റെ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ അവർ അപ്പോഴും ആക്ടേഴ്സിന് കുറച്ചുകൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാലും പരമാവധി എല്ലാവരും ഒരേപോലത്തെ ഫുഡും ഒരേ സ്ഥലത്ത് കിടക്കുകയും ഒരേപോലത്തെ ഹോട്ടൽ മുറികളും പരമാവധി അവർ ശ്രമിച്ചു ഉള്ളത് വെച്ച്. അപ്പോഴും അതിൽ ഉണ്ട് ഹോട്ടൽ മുറി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ചിലർ രാവിലെയും വെളുപ്പിനെ ട്രെയിനിൽ കയറി തിരിച്ചു പോകേണ്ടി വരികയും തിരിച്ചു വരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാലും അവരെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ അവർ ശ്രമിച്ച പോലെ എനിക്ക് തോന്നി. പക്ഷെ ചില സെറ്റുകളിൽ പോകുമ്പോൾ അങ്ങനെയല്ല, എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഓരോ മനുഷ്യർക്കും. അതുപോലെ നോർത്തിലൊക്കെ ഭക്ഷണം പോലും പല പല ഉണ്ട്. ക്രൂവിൻ്റെ ആൾക്കാർക്ക് വേറെ ഫുഡ്, അത് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ അത്ര കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്തിടയ്ക്ക് ആരോട് പറയുന്നത് കേട്ടോ, ഇവിടെയും അങ്ങനെ പല ഫുഡ് കൊടുക്കുക. ഒബ്വിയസ്ലി ഒരു ആക്ടറിന് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവരുടെ ശരീരം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു അടുത്ത് വരുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ ഫുഡുള്ളത് കൊടുക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു കാറ്ററിംഗ് സർവീസിൽ അതിലിപ്പം ലൈറ്റ് എടുക്കുന്ന യൂണിറ്റ് ചേട്ടന്മാർക്ക് വേറെ ഫുഡ് അല്ലെങ്കിൽ മറ്റവർക്ക് വേറെ ഫുഡ്. കേരളത്തിലാണ് ഏറ്റവും കുറവ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇടയ്ക്ക് ആരോഗ്യം കേരളത്തിലും ഇടയ്ക്ക് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ, അതെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഹിന്ദിക്കാരുടെ ഇടയിലും ഏറ്റവും ഉള്ളതാണ്. വേറെ വേറെ ടെൻ്റ് ആയിരിക്കും. ഞാനിതൊന്നും അറിയാതെ ഒരു ദിവസം അവിടെ പോയിരുന്നപ്പോൾ അവരൊന്നും മാഡം ഇവിടെ ഇരിക്കരുത്, മാഡം എവിടെ പോയി ഇരിക്കും, അതിന് നല്ല ഫുഡേ. അപ്പൊ പോയി അവർക്കൊക്കെ വേറെ കറി, അങ്ങനെയൊക്കെ അവിടെ ഉള്ളത് ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ. അപ്പം അതൊക്കെ അങ്ങനെ നോക്കി അത് ഇങ്ങനെ അടിമത്ത ചോദ്യത്തിൽ ഒതുക്കി നിർത്താമെന്നല്ല, അത് ഭയങ്കരമായിട്ട് ആ പവർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രധാന നടിയോ നടനോ വന്നിട്ടൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം അങ്ങനെ പറഞ്ഞുതരാം. അതേസമയം ഒരു AD വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ ഒരു അത്തരം തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ദേഷ്യപ്പെടാൻ ഒരു കാര്യം നടക്കാത്തപ്പോൾ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരാളോ ദേഷ്യപ്പെട്ടിട്ട് ഇത് എന്താ ചെയ്യാത്തെന്ന് ചോദിക്കണം. അതൊക്കെ മനുഷ്യ സഹജമാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്, നമുക്ക് ലൈറ്റ് പോകുന്നു, പ്രൊഡക്ഷന്റെ പൈസയുടെ ഒക്കെ പ്രശ്നമായിട്ട് ആളുകൾ ചിലപ്പം ഒന്ന് ദേഷ്യപ്പെട്ടൊക്കെ പറയുന്നു. അതൊക്കെ ഐ എം ഓക്കെ വിത്ത് ഇറ്റ് അഗെയിൻ. പക്ഷെ ഐഡിയലി അങ്ങനെ ഒന്നും പൊട്ടിത്തെറിക്കാതെ പറ്റിയാൽ നല്ല കാര്യം. പക്ഷെ ഒരാളുടെ സ്ട്രെസ് വരുമ്പോൾ ഒരാൾ പൊട്ടിത്തെറിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ അതൊരു ഹയറാർക്കിക്കലി മാത്രം ചിലരോടെ പൊട്ടിത്തെറിക്കണു, ചിലരോട് പൊട്ടിത്തെറിക്കില്ല, ചിലരോട് മോശത്തിൽ സംസാരിക്കണു. എല്ലാവർക്കും കസേര പോലും ഇല്ല, ചിലർക്ക് കസേര ഉണ്ട്, മറ്റവർക്ക് അതില്ല. ആ രീതിയിൽ ഇതിന്റെ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് ഡെമോക്രസി എന്ന് പറയുന്നതിന്റെ വളരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും മാറേണ്ടതാണ്. കനി വർക്ക് ചെയ്ത സിനിമ സെറ്റിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഉറപ്പായിട്ടും മിക്ക സിനിമകളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ബിരിയാണിയിൽ ഇപ്പം ആയിരിക്കില്ല, കാരണം ബിരിയാണിയിൽ ഒന്നുമില്ല, അപ്പോൾ ഇത്ര പൈസയിൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും, ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അപ്പോഴും എനിക്കറിയാം ഒരു ആക്ടറിനെ അവർ കുറച്ചും കൂടെ കെയർ തരും. കാരണം എനിക്കൊന്ന് നമ്മൾ സ്ക്രീനിന്റെ മുമ്പിൽ വരേണ്ടത് കൊണ്ട് എങ്ങനെയാണോ സീൻ ഇരിക്കണത് അങ്ങനെയെങ്കിലും ഇരിക്കണമല്ലോ, എന്തുകൊണ്ടോ അത്രയും കൂടി തരും. പിന്നെ അവര് പകുതി വരെ ഷൂട്ട് ചെയ്തിട്ട് അവർ പോയി കഴിഞ്ഞാൽ ഇരട്ടിപ്പണില്ല, എല്ലാം കൊണ്ടും അവർക്കൊരു ഇതുണ്ടാവും. ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പായലിന്റെ സിനിമയിലും അങ്ങനെ ശ്രമിച്ച സിനിമകളുണ്ട്. ഇപ്പൊ KSFDCയുടെ ഇപ്പൊ താര ഡയറക്ടർ എടുത്തും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്താണ് താമസിച്ചതും അങ്ങനെയൊക്കെ, ഒരു മുറിയിൽ അങ്ങനെയൊക്കെ. പക്ഷെ അവിടെയും അതിലായിരുന്നു എനിക്കൊന്ന് ആദ്യമായിട്ട് കോ-ആക്ടർ എനിക്കൊരു ചെറിയ ക്യാരവാൻ തന്നിരുന്നു, ഉടുപ്പൊക്കെ മാറാനായിട്ടും ഒക്കെ ആയിട്ട്. എന്റെ കൂടെ അഭിനയിച്ച മെയിൽ കോ-ആക്ടർ തന്മയും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ ആൾക്ക് ഉണ്ടായിരുന്നില്ല, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണോ ഇനി ഇവര് എനിക്ക് തരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ചമ്മല് വരും, അങ്ങനെ അതെന്ത് എനിക്ക് മാത്രം എന്ന് വരുമ്പോ അല്ലേ. പക്ഷെ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ബാത്റൂമിൽ പോകാൻ, സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം, ഇതൊന്നും പലതും ഇല്ല. എനിക്ക് തോന്നുന്നു അത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് കേരളത്തിലും ചില സ്ഥലത്തൊക്കെ. പക്ഷെ ഹിന്ദിക്കാർക്ക് ഒരുപാട് മാറ്റാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറെ ഇപ്പം നമുക്ക് വേറെ കുറെ കാര്യത്തിൽ അവർ കുറെ അടിപൊളിയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാര്യത്തിലും സമയത്ത് കൊണ്ടുവന്ന അങ്ങനത്തെ കാര്യത്തിലൊക്കെ അവർ കുറെ കാര്യത്തിൽ മുമ്പിലാണ് കേരളത്തിനേക്കാളും ഒക്കെ. ടെക്നിക്കലി അത് കമ്മ്യൂണിക്കേറ്റ് പ്രൊഡക്ഷൻ്റെ വേർത്. പക്ഷെ ഈ ഒരു ഹയറാർക്കി കാണിക്കലും
നമുക്ക് ആക്ടേഴ്സിന് എന്തും പറയാം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യത്തിലൊക്കെ വളരെ പുറകിലാണ്. അതിന് എന്നാണ് അവ മാറുക, അത്രയ്ക്ക് അഴിച്ചു മാറ്റാനുള്ള കാര്യങ്ങൾ ഉണ്ട്. അത്തരം കാര്യങ്ങൾ കാണുമ്പം കനി അതിനോട് കനിയുടെ ഒരു അഭിപ്രായം പറയാറുണ്ടോ? പറ്റുന്ന സ്ഥലത്ത് ഞാൻ എപ്പോഴും പറയും. ആണോ? പറയുന്നത് മാത്രമല്ല, ഇപ്പം ചിലപ്പം ഇതുപോലെ തന്നെ അതിനിങ്ങനെ വളം വെക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്യലും. ഇപ്പൊ ഒരു മാഡം അപ്പൊ ഇപ്പൊ പറഞ്ഞില്ല, അപ്പൊ അങ്ങനെ ഇല്ല, എൻ്റെ അടുത്തും അത് പറഞ്ഞാൽ മതി, നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഇങ്ങനെ തരരുത്, നോ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ പറയേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം നിഖിലയുടെ അവരുടെ ഇന്റർവ്യൂവിൽ അവർ ഇങ്ങനെ പറയുന്നു, ഇപ്പം നമുക്ക് നമ്മൾ ബാത്റൂം കൊടുക്കാൻ പറ്റും, പക്ഷെ അവർ പറയുന്നത് ഏതൊരു സ്ഥലത്ത് ഇപ്പം 500 വേറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ 500 പേർക്ക് ചിലപ്പം നമ്മുടെ ബാത്റൂം തന്നിരിക്കുന്ന കൊടുക്കാൻ പാടായിരിക്കും എന്ന് അവർ പറയുന്നത്. അത് ശരിയാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. പക്ഷെ ഞാൻ പൊതുവേ പെൺകുട്ടികളുടെ ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് വേറെ ബാത്റൂം പ്രൊഡക്ഷൻ തന്നിട്ടുണ്ടോ? അതോ ഇനി നിങ്ങൾ ചിലപ്പോൾ ആണുങ്ങളുടെ ബാത്റൂം പോയി നമുക്ക് ഇരിക്കാൻ തോന്നണമെന്നില്ല, അതിന്റെ വൃത്തിയും അല്ലേ, നമുക്ക് കംഫർട്ട് ആവണമെന്നില്ല. അപ്പൊ ചിലർക്ക് ചിലപ്പോൾ ബാത്റൂമേ കാണുമോ, ചിലടത്ത് പറയുമ്പോൾ അവരും ആണുങ്ങൾ. അപ്പൊ ഞാൻ പറയും, നിങ്ങളെല്ലാം എൻ്റെ ബാത്റൂം ഉപയോഗിച്ചു, എനിക്കൊരു ബാത്റൂം തൽക്കാലം ഉണ്ട്. പക്ഷെ ക്യാരവാൻ പോലും ഇല്ലാത്ത സെറ്റുകളിലും ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ. ആർക്കൊന്നുമില്ല. ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ പബ്ലിക്കായിട്ട് സ്ഥലത്ത് ഏതെങ്കിലും മരത്തിന്റെ കീഴിൽ നിന്ന് മൂത്രമൊക്കേണ്ടി വന്നിട്ടുണ്ട്, എല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതൊരു സൊല്യൂഷൻ അല്ല. അതൊരിക്കലും ഒരു സിസ്റ്റമാറ്റിക് സൊല്യൂഷൻ അല്ല. അതിപ്പോ ഞാൻ ആ സെറ്റിലുള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ വെൻ ഈസ് ദി സിസ്റ്റമാറ്റിക് സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നുള്ളതാണല്ലോ ഇമ്പോർട്ടന്റ്. അപ്പൊ അതില് ചിലർ ചെയ്യുന്നവരുണ്ട്, ചിലർ ചെയ്യാത്തവരുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ ശ്രമിക്കും. ചിലര് അപ്പൊ പിന്നെ ചെയ്യുന്നവരുണ്ട്, പ്രൊഡക്ഷൻ പറഞ്ഞ കേട്ടപ്പോ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ബാത്റൂമിന്റെ കാര്യമൊക്കെ ബെറ്റർ ആണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഇതിനകത്ത് കുറെ ഹയറാർക്കിക്കൽ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൽ തന്നെയുള്ള ഒരു പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളില്ലേ, അത് എനിക്കൊന്നും കേരളത്തിനേക്കാൾ കൂടുതൽ നോർത്തിൽ പലയിടത്തും ഉണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോ അവിടെ അതങ്ങ് അതിൽ കിടക്കുക, അത് അറിയുന്ന പോലും ഇല്ല ആളുകൾ. അതൊരു പ്രശ്നമാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പോലെ ആണ് ചില കാര്യത്തിൽ കിടക്കണം. ഈ ഭക്ഷണത്തിനൊക്കെ എനിക്ക് ആലോചിക്കാം. ഞാൻ അതാ പറഞ്ഞത്, ഇവിടെ ചിലപ്പോൾ ചെറിയൊരു സ്പെഷ്യലൊക്കെ ചില ആക്ടേഴ്സിന് ഇവിടെ ഇടയ്ക്കൊക്കെ ഞാൻ കൊടുക്കണം കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് മൊത്തത്തിൽ വേറെ പന്തിയിലേ ഇരിക്കാവൂ, അവിടെ ഇവിടെ ഇരിക്കരുത്, ഇവരവിടെ ഇരിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തന്നെ പ്രാക്ടീസ് ആണ് അവിടെ. സിനിമ ഒരു ജോലി പോലെ അല്ലെങ്കിൽ ശമ്പളം കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ശമ്പളമൊക്കെ എങ്ങനെയാണ് സിനിമയുടെ? കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തിയിട്ടാണോ? ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുള്ള എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും നമ്മൾ പറഞ്ഞ ചേട്ടാ ഈ സമയത്ത് തരുമോ, എൻ്റെ കൂടെ ഇപ്പോഴും അഭിനയിക്കുന്ന പല ആൾക്കാരും ഓരോ കുട്ടി അവർ മറ്റേ പൈസ തന്നില്ല, ഈ പൈസ തന്നില്ല, പറയണ പൈസ തന്നെ അത് ഇങ്ങനെ ഒരു സിസ്റ്റവും ഇല്ല ഇതിനൊക്കെ. എനിക്ക് ഇതൊക്കെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിലേ, വെച്ചാൽ ഒരാൾ പെർ ഡേ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു മിനിമം ഇതാണ്, ഇത്രയെങ്കിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാണെങ്കിൽ ഇത്രയാണെന്ന് എന്തെങ്കിലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റം. ഈ ആളുകൾ എപ്പോഴും നമ്മൾ കുറച്ച് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കഴിഞ്ഞും എനിക്ക് പിന്നെ ഞാൻ ഹിന്ദിയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് കൊണ്ടാട്ടോ, ഇവിടെ അഭിനയിച്ചുകൊണ്ടല്ല അപ്പോഴും, അവിടെയാണെങ്കിൽ പിന്നെയും നല്ലത് ഞാൻ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ച്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ലോയറുണ്ട്, അപ്പോൾ കോൺട്രാക്ട് വേണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നും കോൺട്രാക്ട് ഇല്ല. ചെറിയ ചെറിയ കഥ പറയുമ്പോൾ കോൺട്രാക്ട് ഉണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ അപ്പം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കാരണം ഞാനിപ്പം ചെറിയ ഒരു സീനിലൊക്കെ ഇപ്പോഴും ഞാൻ അഭിനയിക്കാൻ പോകും ചില സമയത്ത് മലയാളത്തിൽ. ചെറിയൊരു ഇതാണെങ്കിലും എനിക്ക് ചെയ്യാൻ തോന്നിയ ഹായ് ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തോന്നുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു കാരണം കൊണ്ട് പോകും. അപ്പോഴും പക്ഷെ ഞാനിപ്പോൾ കോൺട്രാക്ട് എനിക്ക് വെപ്പിക്കാൻ പറ്റുന്നു. അതെനിക്കൊരു പവർ കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കോൺട്രാക്ട് എനിക്ക് വെപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു അത് ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൊണ്ട് ഉണ്ടായ പവർ ഉള്ളപ്പോഴേ അത് വരുന്നുള്ളൂ. ഞാൻ ആലോചിക്കണത് ഇനിയിപ്പോ ഓക്കെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കോൺട്രാക്ട് എഴുതുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തില്ലെങ്കിൽ എത്തില്ല. പക്ഷെ ആക്ച്വലി ഹോളിവുഡിലൊക്കെ എനിക്കറിയാവുന്ന എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. അറ്റ്ലീസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കാര്യങ്ങൾ അതിൽ ഇവർ കിടന്ന് പിന്നെ കരയേണ്ടി വരികയും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ ഉണ്ടാതിരിക്കുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് ഇപ്പം അറ്റ്ലീസ്റ്റ് പറയുന്നത് ചെയ്യും, അല്ലാത്തത് ഉണ്ടായിട്ടൊക്കെ ഉണ്ട് അപ്പോഴും. പക്ഷെ എന്നാലും എനിക്ക് കംഫർട്ട് കോൺട്രാക്ട് ഒക്കെ ഉള്ളപ്പോഴാണ്. മലയാള സിനിമയിലായാലും മലയാളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? കോൺട്രാക്ട് വെച്ചിട്ട് കൃത്യമായിട്ട് അപ്പൊ അവര് കൃത്യമായിട്ട് തന്നെ അതിനുള്ള വേതന. അപ്പോഴും ഇപ്പം ഒരാൾക്ക് ഡിലേ വരാം, പ്രൊഡ്യൂസേഴ്സിന് അവരുടേതായ ബുദ്ധിമുട്ടാണ്. അതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത്. ഇതിനകത്തൊരു ട്രാൻസ്പെറൻസിയും അതിനകത്ത് ഈ പലരിടത്തും എനിക്കറിയാം അവരെ ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങനെയൊക്കെ ചെയ്യണ വേറെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു കാര്യം വേണം. ശരിക്കും അമ്മ പോലുള്ള ഒരു അസോസിയേഷൻ ചെയ്യേണ്ടതും അത് തന്നെയാണ് അല്ലെ, ഈ അഭിനേതാക്കൾക്ക്. അമ്മ അങ്ങനെ ഒരു അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ
ടെക്നീഷ്യൻസിന്റെ അസോസിയേഷൻ വേറെ ഉണ്ട്. അവരൊക്കെ ശരിക്കും ആദ്യം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ആ കാര്യത്തിലും കേരളമാണ് കുറെ കാര്യത്തിൽ അല്ല ഈ വേതനം കൊടുക്കുന്ന കാര്യത്തിൽ എനിക്കറിയില്ല, പക്ഷെ യൂണിയന്റെ കാര്യത്തിൽ കേരള ബെറ്റർ കേട്ടോ. ബോംബെയിലും പലയിടത്തും ഇതുപോലെ ഇവിടെ അറ്റ്ലീസ്റ്റ് ഓവർ ടൈം വർക്ക് ചെയ്താൽ ബാറ്റ മാറുമല്ലോ. പല കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലും ബാറ്റ ഒന്നും മാറുന്നില്ല, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം അവിടെയും. ശരി. അതെങ്ങനെ എക്സ്പ്ലോയിറ്റ്? അവിടെ യൂണിയൻ ഉണ്ട്, പക്ഷെ എന്താ ചോദിച്ചാൽ യൂണിയൻകാർ കൈക്കൂലി വാങ്ങിക്കുക, എന്നിട്ട് ഇവർക്ക് കൊടുക്കാതിരിക്കുക, അത് വേറെ തരത്തിൽ അതൊക്കെ ഓടുന്നത്. അതൊക്കെ വെച്ച് കുറെ കാര്യത്തിൽ ഇവിടെയാണ് ബെറ്റർ. അങ്ങനെ പറഞ്ഞ പലതിലും അവിടുത്തെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴായിരിക്കും മെയിൻ ആയിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കോൺട്രാക്റ്റും അവരുടെ പൈസ അവരുടെ ഡീലൊക്കെ ആ രീതിയിൽ നടക്കുമായിരിക്കും. ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സ്റ്റേറ്റ് അവാർഡ് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ പുറത്തും വേറെയൊക്കെ സ്റ്റേറ്റ് അവാർഡ് കൊണ്ടായിരിക്കും ഇവിടെ, പക്ഷെ എന്നാലും പുറത്തും വേറെയൊക്കെ ചെയ്ത് എനിക്ക് ലോയർ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ആ രീതിയിലല്ലേ ഇടപെടുള്ളൂ, അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ അതല്ലാത്ത അഭിനയിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഇതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് കിട്ടുന്നത്, സമയത്ത് കിട്ടുമോ ഇനിയിപ്പം? അപ്പൊ ആ ഒരു ആങ്സൈറ്റി നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇവർ ആകെപ്പാടെ അഭിനയിക്കാൻ പോകുന്നത്. അതൊന്നും ഇവിടെയും ഒരിടത്തും ശരിയല്ല. ഞാൻ വിചാരിക്കും അതൊരു കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് അപ്പൊ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും ഇപ്പൊ പ്രത്യേകിച്ച് ഈ സംഘടനകളൊക്കെ ഉള്ള സ്ഥിതിക്ക് അവർക്ക് അതിലേക്ക് കടന്നു വന്നിട്ട് അതിനൊരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാല് എല്ലാവർക്കും ഗുണമാണ് അത്. അതെ അതെ. അത് ഇപ്പൊ എനിക്ക് മനസ്സിലാവും ചില പ്രൊഡ്യൂസേഴ്സ് ചിലപ്പോൾ സിനിമ നിന്നു പോയാലൊക്കെ എനിക്ക് മനസ്സിലാവും, ഓക്കെ ആ സിനിമ നിന്നുപോയി, അപ്പൊ അതിനൊരു ലോ ഉണ്ടാക്കി വെക്കാന്നുള്ളതാണല്ലോ. ഇങ്ങനൊരു സാഹചര്യത്തിൽ അതിൽ വർക്ക് ചെയ്ത ആക്ട്രസിന് എന്തായിരിക്കും അതിന്റെ കോമ്പൻസേഷൻ, എങ്ങനെയായിരിക്കും അത് സോർട്ട് ഔട്ട് ചെയ്യാന്ന് ആരോ ചിന്തിച്ചെടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എനിക്ക് തോന്നുന്നു. കനിയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ ഏത് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെയാണ് മാറി ചിന്തിക്കുന്നതെന്ന് പറയാൻ മറ്റൊരു ഒപ്പോസിഷൻ നമ്മൾക്ക് ഫ്രണ്ട്സിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ ചിന്തിക്കുന്ന ഫ്രണ്ട് ഉള്ളപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളും അതേപോലെ അടുപ്പത്തിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മനസ്സ് വികസിക്കാനും മറ്റൊരു അഭിപ്രായം കേൾക്കാനും പറ്റുന്നത്. എനിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് എനിക്കെപ്പോഴും തോന്നും ആ ഒരു നല്ല ഒപ്പോസിഷൻ ഉണ്ടാവാതിരിക്കുന്നതും അതിനുള്ള സാഹചര്യം നമ്മൾ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവർ ഒപ്പോസിഷനെയും അതുപോലെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം, അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം, ആ ഒരു ഇതുണ്ടാവണം. അതില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും തകർന്നു പോകും, ഒരു സിവിലൈസേഷൻ തന്നെ തകർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഉണ്ടാവേണ്ടതാണ്, എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്. അല്ലെങ്കിൽ കോളേജിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളും ഒരുമിച്ചവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉറപ്പ് വരുത്തണം. മറ്റ് രാഷ്ട്രീയ സംഘടന ആണെങ്കിൽ ഏത് രാഷ്ട്രീയം അത് ഉണ്ടാവാനും ഡിബേറ്റുകൾ നടത്താനും അവരെ റെസ്പെക്റ്റ്ഫുള്ളി ഡിസഗ്രി ചെയ്യാൻ പഠിപ്പിക്കുക, ചോദ്യം ചെയ്യാനുണ്ടാക്കുക. ആ ഒരു സാഹചര്യം ഇല്ലാത്തതെന്ന് പറയുന്നത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അതില്ലാത്തത് വലിയ പ്രശ്നം. ഇപ്പൊ എനിക്കില്ലെങ്കിലും എനിക്ക് പ്രശ്നമാണ്. ഇപ്പൊ എന്റെ ജീവിത രീതിയോ അല്ലെങ്കിൽ എന്റെ ചിന്തയോ ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ തോന്നിയ എന്തെങ്കിലും കാണിച്ച് കരിവാരി തേക്കുക, അല്ലെങ്കിൽ കരിവാരി തേക്കുക എന്നുള്ള പ്രയോഗം കറക്റ്റാണ് എനിക്കറിയില്ല, എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കലി ഉള്ള ഒരു ആക്ട് വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ സംഹിതയിലും ആശയത്തിലും ഒക്കെ അത് ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് രാഷ്ട്രീയ ചിന്തകരാണെങ്കിൽ പോലും ആ ഒരു അഭിപ്രായ വ്യത്യാസം പറയാനും ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം, നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വളർന്നു വരുന്നതിന് മുമ്പുള്ള സമയങ്ങളാണല്ലോ സ്കൂളുകളും കോളേജുകളും. ആ സമയത്തെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ സ്വയം ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റെസ്പെക്റ്റ്ഫുള്ളി ഡിസഗ്രി ചെയ്യാൻ പറ്റുക, രണ്ടാശയങ്ങൾ ഒരുമിച്ചിരിക്കട്ടെ, അതിലൊരു തെറ്റും ഉണ്ടായിട്ട് 2 or 3 ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ ഒന്ന് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു പോകുന്നത് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു നല്ല രാഷ്ട്രീയ കാലാവസ്ഥയായിട്ട് എനിക്ക് തോന്നാറില്ല. അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറെ ഒന്ന് ശരി എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും. അത് രണ്ടും തീവ്രമായിട്ടുള്ളൊരു തീവ്രവാദപരമായ ചിന്ത പോലെയും തീവ്ര ചിന്ത പോലെയും എനിക്ക് തോന്നാം. അതിന് ഡെമോക്രാറ്റിക് ചിന്ത എന്ന് വെച്ചാൽ പലതും ഉണ്ടാവാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ ഭരണപക്ഷം ഇരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വലി സ്ട്രോങ്ങും അവർ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കുകയും ഭരണം മാറി മാറി വരികയും ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവെ ഇപ്പം ഇന്ത്യയിലെ ആയാലും കേരളത്തിലെ ആയാലും രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ എന്താണ് കനിക്ക് തോന്നിയിട്ടുള്ളത്? ഓടിപ്പോവാനാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും എത്രയും അല്ല, അത് നമ്മുടെ ഒരു എന്താ പറയാ, നമുക്ക് നമ്മുടെയൊക്കെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റും, ജീവിക്കുക. അതുകൊണ്ട് ഉത്തരം അതിന്റെ ഇപ്പൊ സൊല്യൂഷൻ ആവില്ല. ഇപ്പൊ എന്തെങ്കിലും അഴുക്കുള്ള അപ്പം എന്തെങ്കിലും സാധനം വെച്ച് മറക്കണ പോലെ എന്നാണ് ഞാൻ തമാശക്ക് പറഞ്ഞത്. എന്താ സാധ്യത വെച്ചാൽ എനിക്കറിയില്ല. എന്താ പറയുക, ഒരു ഈ പറഞ്ഞ സമാധാനം ഒന്നും ഇല്ലാത്ത പോലെയാണ്. എന്നുവെച്ചാൽ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആങ്സൈറ്റി പോലെ
ആങ്സൈറ്റി ഉള്ള പോലെ തോന്നുക, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടായിരിക്കും, ആ ഒരു ഡൈവേഴ്സിറ്റി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി ആണല്ലോ. പക്ഷെ നമ്മൾ അതൊരു ശാന്തമായ അന്തരീക്ഷം അല്ല. പല കാര്യങ്ങളോടുകൂടി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മൾക്ക് എൻ്റെ കുട്ടികാലത്തെ വളരുമ്പോൾ നമ്മൾ അങ്ങനെ അത് എംബ്രേസ് ചെയ്യണ ഒരു സ്ഥലത്ത് ജീവിക്കുകയും പെട്ടെന്ന് കുറേ ഇതില്ലാതൊക്കെ എല്ലാം ഒരുപോലെ ഒരു മിലിറ്ററിയിൽ ഒക്കെ ആളുകൾ ഒരേപോലെ എല്ലാം ആക്കാൻ ശ്രമിക്കുന്ന പോലെ അത് ഒരു സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് സമാധാനം മുമ്പോട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥയല്ല ഇപ്പം തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാം എല്ലാത്തിനേക്കാളും ഉപരി, എല്ലാ ഡെവലപ്മെൻറ്റിനേക്കാളും ഉപരി സമാധാനമായിട്ട് കിടക്കാനും ഉറങ്ങാനും ജീവിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പറ്റുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും. അത് ഇന്ന് പുറകിലേക്ക് പോകണ പോലെ തോന്നുന്നു. അപ്പം അതാണ് എനിക്ക് ശരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ അത് ഒന്ന് മൊത്തത്തിൽ പുറകിലേക്ക് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയി ഭൂമിയെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നും പറഞ്ഞ പോലെ ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ പല രാജ്യങ്ങളിലും പലയിടത്തും അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്ന പോലെ ഈ ലോകത്തുള്ള പല രാജ്യങ്ങളിലും എന്താ അങ്ങനെ ഒരേപോലത്തെ ഒരു കൾമിനേഷൻ വരുന്നു. പക്ഷെ അതിന് പിന്നെയും പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണോ മൊത്തത്തിൽ? അതായത് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു ജീവിതകാലമല്ലേ പറയുന്നത് ഒരു രീതിയിൽ നോക്കുമ്പോൾ. അല്ലാത്തത് നമ്മൾ ഹിസ്റ്ററി പറയുന്നു, നമ്മൾ ഹിസ്റ്ററീനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഇപ്പം പറയുന്നു. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ബാക്കിലേക്ക് നിന്ന് അതിനെ കാണുമ്പോൾ ഫ്യൂച്ചറും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ ഒരു സൈക്ലിക് ആണോ, അങ്ങനെയും ഉണ്ടോ ഇതിൽ? അത് നമ്മുടെ കയ്യിൽ ആണോ, അതോ നമ്മളെല്ലാം കൂടി ചേർന്നിട്ടും കൂടെ ആണോ ആ സൈക്കിൾ ഉണ്ടാവണത്? അങ്ങനെ കുറച്ചുകൂടെ വലുതായിട്ട് നമ്മളിൽ നിന്ന്, നമ്മുടെ ഒരു ജീവിതകാലത്തിൽ നിന്ന് മാറി നിന്ന് ഹ്യൂമൻ സ്പീഷീസ് എന്നുള്ള തരത്തിൽ ആലോചിക്കുമ്പോൾ മൊത്തം നമ്മുടെ കയ്യിലില്ലല്ലോ ആ രീതിയിൽ. അപ്പം ഒരു വേറെ ആശ്വാസമല്ല, ഓക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക. അത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ വേവ് ഇങ്ങനെ കുറഞ്ഞു വരുമായിരിക്കുമെന്നോ എന്നൊക്കെ അങ്ങനെയാണ് കൂടെയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും കനിയുടെ ഒരു ജീവിത രീതിനെ അല്ലെങ്കിൽ കനി പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിമർശനങ്ങളും വരുന്നുണ്ട്. എന്നെ അറിയാത്ത ഒരാളെ എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കില്ല. അത് കൊച്ചിലെ അങ്ങനെ അല്ലാന്ന് തോന്നുന്നു, പതുക്കെ മാറിയതായിരിക്കും. നമ്മളെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ കൂടെയോ ഒക്കെ കാണുന്നത് മാത്രമൊന്നുമല്ലോ ഞാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരും അങ്ങനെ അല്ലല്ലോ, ഒരു മനുഷ്യനും അങ്ങനെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. അപ്പൊ നമ്മുടെ ചുറ്റും വളരെ അടുത്ത് നമ്മളോട് ഇടപെടുന്ന ആളുകൾ എൻ്റെ അടുത്ത് കനി ഇങ്ങനെ ചെയ്ത കാര്യത്തിൽ എനിക്ക് ഇതാണെന്ന് പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കും. കാരണം അവർ നമ്മളെ സൂക്ഷ്മമായിട്ടും നിരന്തരമായിട്ടും നമ്മളെ ശ്രദ്ധിക്കുന്ന മനുഷ്യരാണ്. അവർ പറയുന്ന കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചെവിക്കൊള്ളും. തീരെ പരിചയമില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടതുകൊണ്ടോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം കൊണ്ടോ, അതിന് ഇൻ്റർവ്യൂവിൽ പോലും പറയുന്ന കാര്യങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ട്, കോണ്ടെക്സ്ച്വലി അത് മാറാം. അതിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ കറക്റ്റ് നമ്മളത് എഡിറ്റ് ചെയ്യും, നിങ്ങളതൊക്കെ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ മിസ്കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാവാമല്ലോ. ഇനി അത് മാത്രമല്ല, നമ്മൾ അത് ദൂരെ ഒരാൾ കാണുമ്പോൾ അഭിപ്രായങ്ങളാണല്ലോ അത്. അതിലും ഒരാൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയ നല്ല കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് കാണുമ്പോൾ ഓക്കെ ഇവർ പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലേ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അത്രയും ദൂരമുള്ള ഒരാൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എൻ്റെ ചുറ്റും ഞാൻ അടുപ്പമുള്ള നിർത്തുന്ന മനുഷ്യർ, എൻ്റെ കൂട്ടുകാരാണെങ്കിലും ശരി, ഇപ്പം മൈത്രൻ ചേച്ചിയും ഭാഗ്യത്തിന് അങ്ങനെയുള്ള മനുഷ്യരാണ്. അവർ ക്രിട്ടിസൈസ് ചെയ്യുന്ന തെറ്റ് കണ്ടാൽ അവർ പറയുന്ന ഇപ്പം മോളായേണ്ടത് ഓക്കെ അങ്ങനെയൊന്നും ഉള്ളൊരു വ്യക്തികളല്ല, രണ്ടുപേരുമല്ല. ഞാനും അങ്ങോട്ടും അവരുടെ അടുത്തുമല്ല. അപ്പം അതിൻ്റെ ഗുണം എനിക്കെപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചുറ്റും നിലനിർത്താൻ ഉള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിപരമായിട്ട് എന്തോ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ആ രീതിയിലല്ല, ഒരു തിരിച്ചറിവ്. അത് വേണം. അത് നിങ്ങൾ എപ്പോഴാണോ നമ്മളെല്ലാം നല്ലതെന്ന് മാത്രം പറയുന്ന ആൾക്കാരെ ചുറ്റും നിർത്തുന്നത്, അപ്പം നിങ്ങൾ വളരുന്നത്, നിങ്ങളുടെ വളർച്ച കുറയും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരുടെ അടുത്താണ്. അവരും എന്നെ എത്ര ഇഷ്ടമുള്ളപ്പോഴും കൃത്യമായിട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും ശരി, എൻ്റെ അല്ലാത്തൊരു കാര്യത്തിലാണെങ്കിലും സ്റ്റാൻഡ് പറയുന്ന ആൾക്കാരാണ്. എനിക്ക് സ്കൂളിൽ നിന്നുള്ള ഫ്രണ്ട്സ് അങ്ങനെയല്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രം ഉണ്ടായ ഫ്രണ്ട്സാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തുന്ന ഫ്രണ്ട്സ് അല്ലേ വലുതായിട്ട്. അപ്പം എനിക്കൊരു 18-19 വയസ്സുള്ളപ്പോഴും ഞാൻ അത്രയും അതല്ലാത്തയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ചിലർ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് അവരുടെ എക്സ്പെക്റ്റേഷനും എനിക്കൊരിക്കലും ഞാനൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ ആ പ്രശ്നം പോട്ടടാ സാരമില്ല എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്ക് ആവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട് വേണ്ട എനിക്ക്. പക്ഷെ അത് ആവശ്യമുള്ള വേറെ ഫ്രണ്ട്സിനെ എനിക്കറിയാം കേട്ടോ. അവർക്ക് അപ്പം അവരുടെ അടുത്ത് നീ അത് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായെന്ന് പറയണ്ട അവർക്ക്. അപ്പം പോട്ടെ സാരമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെനിക്ക്
ഒട്ടും എൻ്റെ എക്സ്പെക്ടേഷൻ, എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ബിഹേവിയറാണ്. ഞാൻ എന്തെങ്കിലും സങ്കടത്തിലിരിക്കുമ്പോൾ ഒരാൾ എന്നിട്ട് സാരില്ല മാറും, അപ്പം ഞാൻ ഇവരെന്തെങ്കിലും ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. അത് മാറുമ്പോൾ മാറിക്കോളും. എന്നെ സംബന്ധിച്ചോളം അത് ഇന്നെ കൊണ്ടാണെന്ന് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചിലർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ അവർ ഇപ്പൊ നീ ഇതിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇരുന്ന് വിഷമിച്ചോട്ടെ എന്ന് പറയില്ലേ കുറെ പേര്. അതെനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. എനിക്ക് ഏറ്റവും എന്നോട് ഒരിക്കലും ഇഷ്ടം, എനിക്ക് ഞാൻ കരുവാണെങ്കിൽ പറയും ഞാൻ കരുതട്ടെ, അപ്പൊ പോട്ടെ, എന്തിനു പോട്ടെ, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ ഇപ്പൊ ഇതുണ്ടായത്, അങ്ങനെ തന്നെയുള്ളതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളവരെ ആൾക്കാരാണ് ഞാൻ ഏറ്റവും അടുത്തായിട്ട് ഫ്രണ്ട്സാക്കി നിർത്തിയിട്ടുള്ളത്, ഏറ്റവും എൻ്റെ അടുത്ത ഫ്രണ്ട്സ്. അപ്പോൾ അവരൊന്നും ക്രിട്ടിസൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരൊന്നും കാണാത്ത എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും വന്നെങ്കിലേ ഞാൻ ഒരു അപരിചിതരായ ഒരാൾ പറയുന്നത് കേൾക്കേണ്ടി വരാറുള്ളൂ. പക്ഷെ അത് വളരെ ഓൾമോസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നെ നന്നായി ക്രിട്ടിസൈസ് ചെയ്യുന്ന, ചോദ്യം ചെയ്യുന്ന, അതിലുള്ള കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ആ സങ്കടം കഴിഞ്ഞിട്ടെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യാൻ ഉദകിപ്പിക്കുന്ന ആൾക്കാരാണ് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും മൈത്രി ശിശിയാണെങ്കിലും അങ്ങനത്തെ വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷേ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പോലെ ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു അറ്റാക്ക് പോലെ ഏറെ നിർത്താതെ പറയല്ല, അതൊക്കെ ആളുകളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരെയാണെങ്കിലും ഇപ്പൊ എന്നെ ആണെങ്കിലും ബാധിക്കുക, ആരെയാണ് നമുക്കതൊരു ഇത്രയും ഒരുപാട് പേര് വരുമ്പോൾ ഉള്ളൊരു തോന്നാലോ, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ അതല്ലാതെ അതിനെ ഞാൻ എടുക്കലൊന്നുമില്ല. അതിപ്പോ അപ്രീഷിയേറ്റ് ചെയ്താലും ഞാൻ എടുക്കണം എന്നില്ല. അപ്രീഷിയേറ്റ് ചെയ്താലും അവർക്ക് ഒരു ഇമേജ് ആണ് എന്നെ പറ്റിയിട്ടുള്ളത്, അതൊന്നും ആവണമെന്നില്ല എൻറ്റയർലി. ഞാൻ ഒരിക്കലും അല്ലല്ലോ. അപ്പൊ അവര് ഇഷ്ടപ്പെടുന്നതും എൻറ്റയർലി അറിഞ്ഞിട്ടല്ല, അവര് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻറ്റയർലി അറിഞ്ഞിട്ടൊന്നും അല്ല. അപ്പൊ രണ്ടിനെയും ഞാൻ അതിനെ ഇങ്ങനെ ഒരു ന്യൂട്രലിലാണ് എടുക്കുന്നത്. അടുപ്പമുള്ളവർ പറഞ്ഞാൽ അടുപ്പമുള്ളവർക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ അത് ബാധിക്കുകയുള്ളൂ, അല്ലാതെ എന്നെ ബാധിക്കില്ല. കനി എന്ന വ്യക്തിയെ കനി എങ്ങനെ വിശദീകരിക്കും? ഇത് എന്താ എല്ലാം വലിയ വലിയ ചോദ്യങ്ങൾ. എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഞാൻ ഉള്ളിൽ തോന്നുന്ന കാര്യം മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കുറെ പ്രോസും ഉണ്ട് കോൺസും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അങ്ങനെ തോന്നുന്ന എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ആളുകൾക്ക് ഹേർട്ടാവാം, അത് പറയുന്ന രീതിയിൽ പറയണം എന്ന് പറയാം ആളുകൾ. ഈ ഒരു ടോൺ, അങ്ങനത്തെ ടോണൊന്നും എനിക്കപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അതായത് ഇപ്പൊ ഒരു ഇറിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയും, പക്ഷെ അതിന്റെ ഒരു ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതാ എങ്ങനെയാണ് ഇറിറ്റേഷൻ അത് ഞാൻ അപ്പൊ തന്നെ കാണിക്കും. അല്ലാതെ എനിക്കൊരു ഞാൻ അത്രയും പറഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ അല്ല ഞാൻ പോവുക. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അതിന്റെ ഗുണം എന്താ വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ആലോചിക്കുന്നു, അങ്ങനെ ഒരു ആലോചനയില്ല, എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ ഉള്ളൂ ഗുണം. അതിർത്ത് ചില ഗുണമാണെന്ന് എനിക്കറിയില്ല. ദോഷം വെച്ചാൽ ഒബ്വിയസ്ലി ആൾക്ക് ഹേർട്ട് ആവാലോ, ഇത് പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരാൾക്ക് തോന്നാം. അതാണ് എൻ്റെ സ്വഭാവം തോന്നുന്നു. വേറൊരു പ്രത്യേകിച്ച് പ്രത്യേകത എന്നുള്ള എനിക്ക് തോന്നിട്ടില്ല. ഉള്ളതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരു സ്വഭാവമുണ്ട്. ഞാൻ ഒന്നും ഭയങ്കര ഒരുപാട് പ്ലാൻ ചെയ്യണം അങ്ങനത്തെ ഒന്നും ആളല്ല. വരുന്ന വഴിക്ക് നോക്കണ ആളാണ്. എന്താ പറയുക, അങ്ങനെ ഒരു എയിം ഉണ്ടായിരിക്കുക അതൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ജനിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു.